നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ചില പ്രണയങ്ങളുണ്ട്. അതായത് ചില ചതിക്കുഴികൾ, അത് പിന്നീട് ഒളിച്ചോട്ടമാകും, വീട്ടുകാരുടെ എതിർപ്പിനെ തുടർന്നുള്ള വിവാഹം. അങ്ങനെ ചതിക്കപ്പെട്ടൊരു യുവതിയാണ് തിരുവനന്തപുരം നാലാഞ്ചിറയിലെ ഹസീന. 17ാമത്തെ വയസ്സിൽ, അതായത് പ്രായപൂർത്തിയാകും മുൻപ്, ഒരു യുവാവിനൊപ്പം, സുരേഷ് എന്ന ചെറുപ്പക്കാരനൊപ്പം ഒളിച്ചോടിപ്പോയതാണ്. ഏകദേശം 10 വയസ്സ് പ്രായവ്യത്യാസമുണ്ടായിരുന്നു ഇരുവരും തമ്മിൽ. അങ്ങനെ വിവാഹത്തിന് ശേഷം തുടങ്ങിയതാണ് ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ. 4 മക്കളുണ്ടായി. അതിനുശേഷവും കുടുംബത്തിന് അസ്വാരസ്യങ്ങൾ. പിന്നീട് കഴിഞ്ഞ ദിവസം ഈ ഹസീന വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. പക്ഷെ കുട്ടികൾ സ്കൂളിൽ പോകാവുന്ന സമയമാണ്, അവരുടെ സ്കൂൾ തുറക്കാൻ പോകുന്നു. ഈ ഹസീനയുടെ മക്കൾ, അമ്മ തിരികെ വീട്ടിൽ വന്നില്ലെങ്കിൽ ഞങ്ങൾ സ്കൂളിൽ പോകില്ലെന്ന് ശാഠ്യം പിടിച്ചു. അങ്ങനെ അമ്മ തിരികെ വീട്ടിലേക്ക് വന്നു. പക്ഷെ അതിനുശേഷം, അതായത് ഇന്നലെ രാവിലെ മക്കൾ സ്കൂളിൽ പോകാൻ വേണ്ടി എഴുന്നേറ്റതാണ്. അന്നേരം കണ്ട കാഴ്ച, അമ്മയെ സ്വന്തം അച്ഛൻ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയതാണ്. ഈ സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ അച്ഛൻ സുരേഷും ഇപ്പോൾ മരിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അതായത് സുരേഷിനെ തമിഴ്നാട്ടിൽ ട്രെയിൻ തട്ടി മരിച്ചു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. സുരേഷ് ജീവനൊടുക്കുകയായിരുന്നു. ഈ സംഭവത്തിൽ ഏറെ ഞെട്ടിപ്പിക്കുന്ന, ഏറെ സങ്കടപ്പെടുത്തുന്ന കാര്യം, 4 കുട്ടികൾ ഇവിടെ അനാഥരായി എന്നതാണ്. എന്നാൽ ആ വാർത്തയിലേക്ക് വിശദമായി തന്നെ വരാം. അതിനു മുൻപ് കൊച്ചിയിലെ മോഡൽ സെക്സ് റാക്കറ്റ് കേസാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. കേസിൽ ഗുണ്ടാ സംഘങ്ങളെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ്. പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. വിദേശത്തുള്ള പ്രതികളെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നതായി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ പറഞ്ഞു. 3 സ്ത്രീകളടക്കം നിലവിൽ 4 പേരെയാണ് കേസിൽ ഇതുവരെയും അറസ്റ്റ് ചെയ്തത്. ഇല്ല, ആ കേസ് നമുക്ക് എവിഡൻസ് ഇപ്പോൾ നമുക്ക് അറിഞ്ഞതാണ്. മറ്റേ 2 ആൾക്കാർ പുറത്തുമുണ്ട്. സോ അവരെ നമുക്ക് കൊണ്ടുവരാൻ ശ്രമം നടത്തുന്നുണ്ട്. പിന്നെ അവരും ദേ ആർ ഓൾസോ ട്രൈങ് ടു കുറച്ച് സോഷ്യൽ മീഡിയ പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. സോ അത് അവരുടെ ഭാഗമായിട്ട് പറയരുതാണ്. ബട്ട് അന്വേഷണത്തിന് ഒരിക്കലും ബാധിക്കില്ല. സോ അത് ഡിസ്റ്റർബ് ചെയ്യാനുള്ള രീതിയിൽ, ആരെയും ത്രെട്ടൻ ആയിട്ടുള്ള രീതിയിൽ ഒരു ലൈൻ ക്രോസ് ചെയ്ത് പോയാൽ കൃത്യമായിട്ട് നടപടി ഉണ്ടാകും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, തുടക്കം മുതൽ തന്നെ, ഈ കേസിന് തുടക്കം മുതൽ തന്നെ ഗുണ്ടാ നേതാവ് ഔറംഗസേബിൻ്റെ പേര് പുറത്തു വന്നിരുന്നു. അതായത് ഔറംഗസേബിൻ്റെ കാമുകിയായിട്ടുള്ള അലീന കേസിലെ പ്രധാനപ്പെട്ടൊരു പ്രതിയാണ്. പക്ഷേ ഈ കേസിൽ നേരിട്ട് ഔറംഗസേബിന് പങ്കില്ലെങ്കിൽ പോലും ഇരകളെ, ഈ സെക്സ് റാക്കറ്റിന് ഇരകളായിട്ടുള്ള യുവതികളെ ഔറംഗസേബ് ഭീഷണിപ്പെടുത്തിയെന്നാണ് അവരുടെ പരാതിയിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഔറംഗസേബിൻ്റെ ഇൻസ്റ്റഗ്രാം പേജുകളിലൂടെ ഔറംഗസേബ് പല വാദങ്ങളും നിരത്തുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇത്തരമൊരു പരാതി ഉയർന്നു വന്നിരിക്കുന്നത്. എന്താണ് പോലീസിൻ്റെ നീക്കങ്ങൾ? ഈ ഗുണ്ടാ നേതാവ് ഔറംഗസേബ് മാത്രമാണോ, ഔറംഗസേബിനെ ലക്ഷ്യമിട്ട് മാത്രമാണോ പോലീസിന്റെ അന്വേഷണമുള്ളത്? ടോമി, കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുണ്ടാ ബന്ധങ്ങൾ തുടക്കം മുതൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ പോലീസ് അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഈ പ്രതികൾക്ക്, പ്രത്യേകിച്ച് അലീനയ്ക്ക്, ഈ ഗുണ്ടാ നേതാവ് ഔറംഗസേബുമായുള്ള ബന്ധം സ്ഥിരീകരിക്കപ്പെട്ടതാണ്. അവർ തന്നെ ഇദ്ദേഹത്തിന്റെ പേര് പരാമർശിച്ചുകൊണ്ട് തന്നെ ഭീഷണി സന്ദേശം പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ 1ാം പ്രതിയായ ചോയ്സ് സിന്ധു, ആ സിന്ധുവിന്റെ ഗുണ്ടാബന്ധങ്ങൾ, ബിലാൽ, അങ്ങനെ ഇവർക്കെല്ലാം തന്നെ വളരെ വ്യക്തമായ രീതിയിൽ ഇവർക്കിടയിൽ ഒരു സ്വാധീനമുള്ള ആൾക്കാരെല്ലാം തന്നെയാണ്. അപ്പോൾ ഈ കാര്യങ്ങളിൽ ഇത്രമേൽ തെളിവുണ്ടായിട്ടും പോലീസ് ഇവരെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്കൊന്നും തന്നെ നീങ്ങിയിരുന്നില്ല. അതിനൊടുവിലാണ് ഇപ്പോൾ പരാതിക്കാരി തന്നെ ഇപ്പോൾ പോലീസിനെ സമീപിച്ചിരിക്കുന്നു, തന്നെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. മറ്റൊരാളുടെ ആ ഫോണിൽ വിളിച്ചു പറഞ്ഞ് ഇവരോട് പരാതി പിൻവലിക്കണം, അല്ലെങ്കിൽ ജീവന് തന്നെ ഭീഷണിയാണ് എന്ന രീതിയിൽ ഔറംഗസേബിന് തന്നെ പേര് പരാമർശിച്ചുകൊണ്ട് തന്നെ പരാതി അടക്കം നൽകിയിരിക്കുന്നു. പക്ഷെ ഇതിലൊരു തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല എന്നത് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഈ ഔറംഗസേബിനെ ചോദ്യം ചെയ്യാനുള്ള ഒരു ഘട്ടത്തിലേക്കൊന്നും പോലീസ് നീങ്ങിയിട്ടില്ല. പക്ഷെ അടുത്തൊരു നീക്കം അതായിരിക്കും എന്ന സൂചനകളുണ്ട്. പോലീസ് ഇപ്പോഴും പറയുന്നത് 2 പ്രതികൾ കൂടി പിടികൂടാനുണ്ട്. അവർ
ദുബായിലാണ് ഉള്ളത്. അവരെ നാട്ടിലെത്തിക്കുവാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അതിനുശേഷം മറ്റു നടപടികൾ ഉണ്ടാകുമെന്ന് പറയുന്നു. ഈ കേസിൽ ഇപ്പോൾ സംഭവിക്കുന്നത് ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു മെല്ലപ്പോക്ക് അനുഭവപ്പെടുന്നു എന്ന് തന്നെ പറയാം. കാരണം ഒരു അന്താരാഷ്ട്ര മാനങ്ങളുള്ള ഒരു കേസ് എന്ന് പോലീസ് തന്നെ പറഞ്ഞൊരു സംഭവമാണിത്. കൂടുതൽ പരാതിക്കാരുണ്ടാകും, കൂടുതൽ ഇരകൾ ഉണ്ടാകും, കൂടുതൽ പ്രതികൾ ഉണ്ടാകും എന്ന് പറഞ്ഞെടുത്തുനിന്ന് ഒരു ഘട്ടത്തിൽ പോലും അങ്ങനെ ഒരു ഇപ്പോൾ ആദ്യം അറസ്റ്റ് ചെയ്ത 4 പേരിൽ നിന്ന് പിന്നീട് മുന്നോട്ട് പോകാനായിട്ട് പോലീസിന് കഴിഞ്ഞിട്ടുമില്ല എന്നതാണ്. അതിനിടയിൽ പുതിയ പരാതികൾ വന്നിരിക്കുന്നു. ഇപ്പോൾ പുതിയ പരാതികൾ ആദ്യ പരാതിക്കാരി ഇപ്പോൾ നൽകിയിരിക്കുന്ന ഒരു പരാതി മാത്രമാണ് വന്നിരിക്കുന്നത്. പുതിയ പരാതിക്കാർ വരാത്തതിന്റെ ഒരു കാരണമായിട്ട് പോലീസിന് തന്നെ സംശയം ഇതുപോലുള്ള ഭീഷണികൾ അവർക്ക് നേരെയും ഉണ്ടായിട്ടുണ്ടാകാം എന്നൊരു സംശയവും നിഗമനവും എല്ലാമാണ് പോലീസിന് നിലവിലുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുകൂടി അന്വേഷണം നടക്കേണ്ടതുണ്ട്. മനസ്സിലാക്കുന്നതനുസരിച്ച് വൈകാതെ ഇത്തരം ഗുണ്ടാ സംഘങ്ങളുമായുള്ള ബന്ധത്തെക്കുറിച്ചും അവർക്ക് ഈ കേസിലുള്ള സ്വാധീനത്തെക്കുറിച്ചും എല്ലാം വൈകാതെ തന്നെ പോലീസിന്റെ ഒരു അന്വേഷണം ഉണ്ടായേക്കും. ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. കാരണം ഒരു പരാതിക്കാരി ഒരു ഇരയെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത് ഒരു ചെറിയ കുറ്റവുമല്ല. അത് തീർച്ചയായും തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ട പോലീസ് നടപടികളടക്കം അത് നേരിടേണ്ടതുമാണ്. നേരിട്ടുള്ള ബന്ധമോ അല്ല എങ്കിൽ കൂടിയും ഇവർക്ക് ഈ കേസിൽ എന്താണ് പങ്കാളിത്തം, എന്തുകൊണ്ടാണ് ഇരയോട് പരാതി പിൻവലിക്കാൻ ആവശ്യപ്പെടുന്നത്, ഇതടക്കം സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട്. ഇയാൾ തന്നെയാണ് വിളിച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ പോലീസ് വൈകാതെ ഒരു അന്വേഷണത്തിലേക്ക് കടന്നേക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ടോം. യെസ്, അതോടൊപ്പം ഈ വിദേശത്തുള്ള 2 പ്രതികളെ നാട്ടിലെത്തിക്കേണ്ടതുണ്ട്. അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം എങ്ങനെയാണ്? മാത്രമല്ല, ഇത് കൂടുതൽ പേർ പരാതിയുമായി ഇതുവരെയും പോലീസിനെ സമീപിച്ചിട്ടില്ലല്ലോ. നിലവിൽ എത്ര പേർ ഇരകളായിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്? ടോം, ഇതില് വിദേശത്ത് ദുബായിലുള്ള ഷംന അതോടൊപ്പം തന്നെ റഹ്മത്ത് എന്നിവരെ അടക്കം നാട്ടിലെത്തിക്കേണ്ടതുണ്ട്. ഇവരെ നാട്ടിലെത്തിക്കുവാനുള്ള ശ്രമങ്ങൾ തുടരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും അത് ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ അവര് പറയുന്നത് അവരും ഇരകളാണ് എന്ന രീതിയിലെല്ലാം തന്നെ അവരും പറയുന്നുണ്ട്. അപ്പൊ ഇതിലൊരു ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അവർ പ്രതികളാണ് എന്ന് പോലീസ് ഉറപ്പിക്കുന്നു. അത് ഇവരുടെ മൊഴികളുടെ തിരിച്ചു വന്ന ഇവരുടെ ഈ പരാതിക്കാരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം തന്നെ ഉറപ്പിക്കുകയും ചെയ്യുന്നത്. ഈ കൂടുതൽ പരാതിക്കാർ ഈ രംഗത്തേക്ക് വരുന്നില്ല എന്നത് തന്നെയാണ് ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം. അത് എന്ത് കാരണം കൊണ്ടാണ് ഇത് ഇങ്ങനെ വരാത്തത് എന്നത് പോലീസിന്റെ കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇത്തരം ഭീഷണിപ്പെടുത്തലുകൾ കൊണ്ടാണ് കൂടുതൽ ആളുകൾ ഇതിൽ പരാതിയുമായി വരാത്തത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ കൂടുതൽ ഇരകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞത് ആദ്യ പരാതിക്കാർ തന്നെയാണ്. കാരണം തങ്ങൾ അവിടെ ഒരുപാട് പേര് ഈ രീതിയിൽ കണ്ടു. നിരവധി പെൺകുട്ടികൾ അവിടെയുണ്ട്. അവർ വളരെ നിസ്സഹായരാണ്, രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അതിൽ നിയമം ഇടപെടണമെന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ട് പോലും കൂടുതൽ പരാതികൾ ഉണ്ടാകുന്നില്ല. ഇവർക്ക് അവരെ കുറിച്ച് വ്യക്തമായ വിവരങ്ങളില്ല. ആരൊക്കെ കുടുങ്ങിയെന്നത് സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങളില്ല എന്നുമാണ് ഇവർ പറയുന്നത്. അപ്പോൾ നിലവിൽ ഇവർ പറയുന്ന ഈ പ്രതികൾ എന്ന് പറയുന്ന ഷംന അതോടൊപ്പം തന്നെ റഹ്മത്ത് എന്നിവരെ നാട്ടിലെത്തിക്കണം. അതിനുശേഷം പോലീസ് അവരുടെ കൂടി ഒരു ചോദ്യം ചെയ്യൽ പൂർത്തിയായാൽ മാത്രമേ എത്ര ഇരകൾ അവിടെയുണ്ട്, ഇവർ പറയുന്നതിലെ വാസ്തവമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. ടോം. യെസ്, വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകി. എന്തായാലും ഈ മോഡലിംഗിൻ്റെ മറവിലുള്ള സെക്സ് റാക്കറ്റ് കേസിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. കൊച്ചിയിലെ ഗുണ്ടാ സംഘങ്ങളിലേക്കും അന്വേഷണം നീങ്ങുന്നുണ്ട്. ഇവർ ഏത് രീതിയിലാണ് ഈ കേസിൽ ഇടപെട്ടിട്ടുള്ളത്, ഭീഷണിപ്പെടുത്തുക മാത്രമാണോ, മറ്റേതെങ്കിലും രീതിയിലുള്ള പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലാണ് പ്രധാനമായും അന്വേഷണം നടക്കുന്നത്. തിരുവനന്തപുരം വർക്കലയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ തമിഴ്നാട് സ്വദേശി അറസ്റ്റിൽ. ധർമ്മപുരി സ്വദേശി 21 വയസ്സുള്ള ശക്തിവേലാണ് അരൂർ പോലീസിന്റെ പിടിയിലായത്. 2025 കേസിനാസ്പദമായ സംഭവം. സമൂഹ മാധ്യമങ്ങളിലൂടെ പെൺകുട്ടിയുമായി സൗഹൃദത്തിലായ പ്രതി വിവാഹ വാഗ്ദാനം നൽകി പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുപോവുകയും ഇയാളുടെ സഹോദരിയുടെ വീട്ടിലെത്തിച്ച് പീഡിപ്പിക്കുകയുമായിരുന്നു. വിവരങ്ങളുമായി എസ് അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, ഇത് 2025 നടന്ന സംഭവമാണ്. 1 വർഷത്തിന് ശേഷമാണ് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത്. അതായത് ഈ പരാതി നൽകാൻ വൈകിയതാണോ ഇത്രയധികം കാലതാമസം ഉണ്ടായത്, അതോ ഈ സംഭവത്തിന് ശേഷം ഈ പ്രതിക്കെതിരെ ശക്തിവേലിനെതിരെ കേസെടുത്ത ശേഷം ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു? ടോം,
2025 നടന്ന സംഭവത്തിൽ അന്ന് തന്നെ രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ ഈ പെൺകുട്ടിയെ പരിചയത്തിലായ പെൺകുട്ടിയുമായി അദ്ദേഹം ഈ പ്രതി തമിഴ്നാട്ടിലേക്ക് കടക്കുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ വളരെ ശക്തമായ രീതിയിലുള്ള പരിശോധന നടന്നെങ്കിലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇതിനിടയിൽ ഏതാനും മാസങ്ങൾക്ക് ശേഷം ഇയാൾ കേരളത്തിലേക്ക് എത്തി എന്നൊരു വിവരം ലഭിച്ചു. തുടർന്ന് കേരളത്തിൽ എത്താൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ പോലീസ് ശക്തമായ പരിശോധന നടത്തിയിരുന്നു. എന്നാൽ ഇതിനിടയിൽ പിടിയിലാകുമെന്ന് ഉറപ്പായതോടെ പെൺകുട്ടിയെ വർക്കലയിൽ ഉപേക്ഷിച്ച ശേഷം, അതായത് വഴിയിൽ ഇറക്കിവിട്ട ശേഷം ഇയാൾ കേരളത്തിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് പുതിയ അന്വേഷണ സംഘം രൂപീകരിച്ച് തമിഴ്നാട്ടിൽ ഈ പെൺകുട്ടിയുടെ കൂടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആ സ്ഥലം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തി. ഒടുവിൽ ദീർഘനാളത്തെ അന്വേഷണം, പല രീതിയിലുള്ള അന്വേഷണം നടത്തിയതിനൊടുവിലാണ് തമിഴ്നാട്ടിൽ തന്നെയുള്ള ഒരു ക്വാറിയിൽ ഇയാൾ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരം പോലീസ് ലഭിച്ചത്. എന്നാൽ ഈ ക്വാറിയിലേക്ക് വളരെ വിജനമായ ഒരു പ്രദേശമാണ്. മാത്രമല്ല ആ ഭാഗത്തേക്ക് കേരള പോലീസിന് എത്തുക എന്നുള്ളത് വളരെ ദുർഘടമായ ഒരു കാര്യം കൂടിയായിരുന്നു. എങ്കിലും വളരെ ഈ സാഹസികമായി തന്നെ എന്ന് പറയാം, പോലീസ് അവിടെ എത്തുകയും ഇയാളെ പിടികൂടുകയായിരുന്നു. ഈ ഒരു വർഷത്തോളം നീണ്ട അന്വേഷണം, കൃത്യമായ രീതിയിലുള്ള അന്വേഷണം നടന്നിരുന്നു. എങ്കിലും ഇയാൾ വളരെ വിദഗ്ധമായി പോലീസിനെ വെട്ടിച്ച് പല ഭാഗങ്ങളിൽ, തമിഴ്നാട്ടിന് തന്നെ വളരെ ഉൾ പ്രദേശങ്ങളിലേക്ക് ഇയാൾ പല തവണ ഒളിച്ച് താമസിച്ചിട്ടുണ്ട്. ഏതായാലും വളരെ സാഹസികവുമായും വളരെ കൃത്യവുമായി തന്നെയുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാളുടെ ഒരു പശ്ചാത്തലം എന്താണ്? കാരണം ഇത് ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിലൂടെ പെൺകുട്ടികളെ പരിചയപ്പെട്ട് പീഡിപ്പിക്കുന്ന ഒരു പ്രവണതയുണ്ടോ? ഇതിനു മുൻപ് ഏതെങ്കിലും കേസോ പരാതിയോ ഇയാൾക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ളതാണോ? ഇയാളെ സംബന്ധിച്ച് നേരത്തെ കേരളത്തിലും അല്ലെ തമിഴ്നാട്ടിലും തന്നെ ഇത്തരത്തിലുള്ള പരാതികളില്ല. ഇയാൾക്ക് 21 വയസ്സായിരുന്നു ഈ സംഭവം നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന പ്രായം. ഇയാൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെ സജീവമായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഇതിനിടയിൽ യാദൃച്ഛികമായാണ് ഈ വർക്കലയിലുള്ള പെൺകുട്ടിയുമായി പരിചയത്തിലാവുന്നത്. വിവാഹ വാഗ്ദാനം നൽകി തന്നെയാണ് പെൺകുട്ടിയെ അയാൾ വർക്കലയിലെത്തി പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. തുടർന്ന് ഇയാളുടെ സഹോദരിയുടെ വീട്ടിലെത്തിച്ച് അവിടെ താമസിച്ചു വരികയായിരുന്നു. ഇതിനിടയിലാണ് ഈ പെൺകുട്ടിയെ പീഡനം ഏൽക്കേണ്ടി വന്നത്. തുടർന്നാണ് ഈ പോലീസിൽ പരാതി പോവുകയും പോലീസ് അന്വേഷണം വളരെ ശക്തമാവുകയും ചെയ്ത സാഹചര്യത്തിൽ പെൺകുട്ടിയെ കേരളത്തിലെത്തിച്ച് ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചത്. കേസിൽ നിന്ന് ഒഴിവാകുമെന്നായിരുന്നു ഇയാൾ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ പോലീസ് ഈ കേസുമായി മുന്നോട്ട് പോവുകയായിരുന്നു. അതിനൊടുവിലാണ് ഇയാൾ പിടിയിലായത്. എന്തായാലും ഇത് സംബന്ധിച്ച് ഈ രീതിയിലുള്ള മറ്റ് കേസുകളൊന്നും തന്നെ ഉള്ളതായി പോലീസ് പറയുന്നില്ല. അഭിലാഷ്, എന്തായാലും ഈ സംഭവത്തിൽ ഇയാൾ മാത്രമാണോ ഈ പ്രതിപട്ടികയിലുള്ളത്? മാത്രമല്ല, ഈ സഹോദരിയുടെ വീട്ടിലെത്തിച്ചാണല്ലോ പീഡനം നടന്നത്. സഹോദരിയുടെ അറിവോടെയായിരുന്നോ ലൈംഗിക ചൂഷണം? അങ്ങനെയെങ്കിൽ ഈ സഹോദരിയും ഈ പ്രതിപട്ടികയിലേക്ക് വരേണ്ടതല്ലേ? തീർച്ചയായും പ്രതിയെ അല്ലെങ്കിൽ ഈ കുറ്റകൃത്യത്തിന് വേണ്ടി സഹായിച്ചു എന്ന നിലയിൽ സഹോദരിയും പ്രതിപട്ടികയിലേക്ക് വരേണ്ടത് തന്നെയാണ്. എന്നാൽ ഈ സഹോദരി ഈ പെൺകുട്ടിയുടെ പ്രായം സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല, ഒരു തമിഴ്നാട്ടിലെ ഉൾനാടാണ് ഈ പ്രദേശം. ഈ പ്രതിയെ തന്നെ കണ്ടെത്തുക എന്നുള്ള വളരെ ദുഷ്കരമായിരുന്നു. ഏതായാലും ഈ സഹോദരിയുടെ ഉൾപ്പെടെ പോലീസ് പ്രതിപട്ടികയിലേക്ക് ചേർക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. എന്തായാലും നിലവിൽ കേസ് എടുത്തിട്ടുള്ളത് ഇയാളുടെ പേരിൽ മാത്രമാണ്. ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുള്ള രീതിയിലുള്ള കേസ് മാത്രമാണുള്ളത്. മറ്റുള്ള നടപടിക്രമങ്ങൾ ഇത്തരത്തിലായിരിക്കുമെന്നുള്ളത് പോലീസ് തുടർന്ന് അറിയിക്കാമെന്നാണ് അറിയിച്ചുള്ളത്. വ്യക്തമാണ്. അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. വർക്കലയിലാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരം നാലാഞ്ചിറയിലെ യുവതിയെ കഴുത്തറുത്ത് കൊന്ന കേസിലെ പ്രതിയായ ഭർത്താവ് സുരേഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തമിഴ്നാട് ചിദംബരത്ത് റെയിൽവേ ട്രാക്കിലാണ് ഇയാളുടെ മൃതദേഹം കണ്ടെത്തിയത്. ബുധനാഴ്ച പുലർച്ചെ ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം സുരേഷ് കാറിൽ വീട്ടിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ തെരച്ചിലിൽ കാർ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. പിന്നാലെയാണ് ഇന്ന് രാവിലെ സുരേഷിൻ്റെ മൃതദേഹം ചിദംബരത്ത് കണ്ടെത്തിയത്. ഇയാൾ ജീവനൊടുക്കിയതാകാമെന്നാണ് പോലീസ് കരുതുന്നത്. ഡാൻ കുര്യൻ ചേരുന്നു വിവരങ്ങളുമായി. ഡാൻ, ഇന്നലെ രാവിലെ പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് ഹസീനയെ കൊലപ്പെടുത്തിയ ശേഷം സുരേഷ് നാട് വിടുന്നു, ഒളിവിൽ പോകുന്നു. പിന്നീട് ജീവനൊടുക്കിയെന്നാണ് പറയപ്പെടുന്നത്. അതായത് ഇതിനു മുൻപും ഇരുവരും തമ്മിൽ കുറേ നാളുകളായി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനിടെ ഈ സുരേഷ് ഒരിക്കൽ ജീവനെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഈ ഹസീന വീട്ടിലേക്ക് മടങ്ങി വരുന്നു. പിന്നീട് വീട്ടിലുണ്ടായ സംഘർഷം, ഇരുവരും തമ്മിലുള്ള ദാമ്പത്യ തർക്കം കൊലപാതകത്തിൽ കലാശിക്കുന്നു. ഒടുവിൽ സുരേഷിൻ്റെ മരണവും 4 മക്കൾ അനാഥരാകുന്നു. എന്താണ് വിവരങ്ങൾ?
ഇന്നലെ പുലർച്ചെയാണ് കഴുത്തറത്ത നിലയിൽ ഈ വീട്ടമ്മ ഹസീന ബീവിയെ പോലീസ് കണ്ടെത്തുന്നത്. മക്കൾ നൽകിയ പോലീസ് സ്റ്റേഷനിൽ മണ്ണന്തല പോലീസ് സ്റ്റേഷനിൽ നൽകിയ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയ്ക്കിടെയാണ് മരിച്ച നിലയിൽ നാലാഞ്ചിറയുള്ള വീടിന്റെ മുകളിലത്തെ നിലയിൽ ഹസീനയുടെ മൃതദേഹം കണ്ടെടുക്കുന്നത്. പക്ഷേ ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ തന്നെ ഭർത്താവ് സുരേഷ് ഒളിവിൽ പോയി വാഹനത്തിൽ വീടിന് മുമ്പിൽ പാർക്ക് ചെയ്തിരുന്ന കാർ എടുത്തുകൊണ്ട് ഒളിവിൽ പോയെന്ന വിവരവും കുടുംബാംഗങ്ങൾ തന്നെയാണ് പോലീസിന് കൈമാറിയത്. അതിനുശേഷമാണ് വ്യാപകമായ പരിശോധനയിലേക്ക് പോലീസ് കടന്നത്. പക്ഷേ ഇന്നലെ ജില്ലയ്ക്കകത്ത് പല മേഖലകളിൽ സുരേഷിന് വേണ്ടി പരിശോധന നടത്തിയിട്ടും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ പരിശോധനകൾ തുടരുന്നതിനിടയിലാണ് ഇന്ന് ബാലരാമപുരം റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ച് ആളൊഴിഞ്ഞ സ്ഥലത്ത് സുരേഷിന്റെ കാർ കണ്ടെത്തിയത്. ഉപേക്ഷിച്ച നിലയിലായിരുന്നു ഈ വാഹനം. പിന്നീട് അല്പസമയം കഴിഞ്ഞാണ് സുരേഷിന്റേതെന്ന് തോന്നുന്ന മൃതദേഹം കൂടി കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ റെയിൽവേ ട്രാക്കിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. തമിഴ്നാട് അതിർത്തിയിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് സുരേഷിന്റെ മൃതദേഹം പോലീസ് ഇപ്പോൾ വേണ്ടി കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരടക്കം അവിടേക്ക് എത്തും. അതായത് തിരുവനന്തപുരത്തു നിന്നുള്ള ഉദ്യോഗസ്ഥരടക്കം അവിടേക്ക് എത്തുമെന്നാണ് സൂചന. എപ്പോഴാണ് ഈ ആത്മഹത്യ ചെയ്തത്, ഇയാൾ ആത്മഹത്യ ചെയ്തത് എന്നത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട് ബാലരാമപുരത്തേക്ക് കാർ ഓടിച്ചെത്തിയ സുരേഷ് അവിടെ നിന്ന് ട്രെയിൻ കയറി ഇപ്പോൾ ഈ മൃതദേഹം കാണപ്പെട്ടിരിക്കുന്നത് ചിദംബരം റെയിൽവേ സ്റ്റേഷന് സമീപത്താണ്. ചെന്നിച്ചിതറിയ നിലയിലാണ് മൃതദേഹം. അവിടേക്ക് എത്തുകയായിരുന്നു. അപ്പോൾ അവിടെ എപ്പോഴാണ് എത്തിയത്, ഈ തുടർന്ന് ജീവൻ ഒടുക്കിയത് എപ്പോഴാണ് എന്ന കാര്യത്തിലൊക്കെ വിശദമായ പരിശോധനകൾ വേണ്ടിവരും. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളും പോലീസ് നടത്തുമെന്നാണ് വിവരം. എന്തായാലും 4 മക്കൾ, 18 വയസ്സുള്ള മൂത്ത മകൾ, അതിന് പുറമെ മറ്റ് 3 മക്കൾ കൂടി, ഇങ്ങനെ 4 മക്കളുള്ള കുടുംബമാണ്. ആ 4 മക്കളും അനാഥരായിരിക്കുന്ന ഏറ്റവും ദാരുണമായ ഒരു സാഹചര്യമാണ് ഈ 2 മരണങ്ങളിലൂടെ സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായും ഡാൻ, ഇവരുടെ ഒരു പശ്ചാത്തലം, ഈ കുടുംബ പശ്ചാത്തലമൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് 2 മതവിഭാഗത്തിൽപ്പെട്ടവരാണ്, പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. അതിനിടെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. 4 കുഞ്ഞുങ്ങളുണ്ടായിട്ടും പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല. പലപ്പോഴും കുടുംബ തർക്കമായിരുന്നു. മക്കളതെന്നും കണ്ടുകൊണ്ടിരുന്ന അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കും പ്രശ്നങ്ങളുമാണ്. ഏറ്റവും ഒടുവിൽ ഈ മക്കൾ രാവിലെ, അതായത് അവർ സ്കൂളിൽ പോകാൻ എഴുന്നേറ്റപ്പോഴാണ് ഈ അമ്മ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടത്. ഒരുപക്ഷെ പല കുടുംബങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാം. കുഞ്ഞുങ്ങളുടെ മക്കളുടെ മുന്നിൽ വെച്ചുള്ള ദാമ്പത്യ തർക്കം ഇതുപോലുള്ള ആത്മഹത്യയിലും കൊലപാതകത്തിലും ഒക്കെ കലാശിക്കുന്ന സംഭവം. എന്തായിരുന്നു ഇവർ തമ്മിലുള്ള പ്രശ്നം? ഈ സുരേഷിൻ്റെ ഒരു സംശയരോഗമായിരുന്നോ ഈ ദാമ്പത്യ തകർച്ചയുടെ കാരണം? അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നതേ ഉള്ളൂ. നിലവിൽ കുടുംബാംഗങ്ങൾ നൽകിയിരിക്കുന്ന മൊഴി മാത്രമാണ് പോലീസിന് മുമ്പിലുള്ളത്. ഈ സംഭവം ഉണ്ടാകുന്നതിന് തലേദിവസം രാത്രിയിലും ഹസീന അപ്പോൾ നാലഞ്ചിറ പോലീസ് സ്റ്റേഷനിലെത്തി കുടുംബ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ട് പരാതി നൽകിയിരുന്നു. അപ്പോൾ ഉദ്യോഗസ്ഥർ തന്നെയാണ് അതിൽ പരിഹാരം ഉണ്ടാക്കാമെന്ന് ആശ്വസിപ്പിച്ച് ഹസീനയെ വീട്ടിലേക്ക് വിട്ടത്. അന്ന് വീട്ടിൽ വന്നതിന് ശേഷവും രാത്രി സുരേഷും ഹസീനയുമായി വാക്കുതർക്കം ഉണ്ടാകുകയായിരുന്നു. ആ തർക്കത്തിനൊടുവിൽ പ്രകോപിതനായ സുരേഷ് കൈവശം കരുതിയിരുന്ന കത്തിയെടുത്ത് ആക്രമിക്കുകയായിരുന്നു ഹസീനയെ. കഴുത്തറത്താണ്, കഴുത്തിൽ കുത്തുകയായിരുന്നു എന്നാണ് വിവരം. ഉടൻ തന്നെ ഈ സംഭവം ഉണ്ടായത് ഉടൻ തന്നെ സുരേഷ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു, വാഹനത്തിൽ ഒളിവിൽ പോവുകയായിരുന്നു. പിന്നീട് സുരേഷിനെ കുറിച്ച് ഒരു വിവരവുമില്ല. പിന്നീട് മൂത്ത മകൾ, ഈ സംഭവങ്ങൾക്ക് ദൃക്സാക്ഷിയായ മക്കളിൽ ഒരാൾ തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും പോലീസ് ഉടൻ സ്ഥലത്തെത്തി തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തത്. ഇൻക്വസ്റ്റ് നടപടികളൊക്കെ ഇന്നലെ തന്നെ വൈകുന്നേരം തന്നെ പൂർത്തിയാക്കിയിരുന്നു. എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവമാണ്. 10 വയസ്സിന്റെ വ്യത്യാസം ഈ സുരേഷിനും ഹസീനയ്ക്കും ഇടയിലുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ് എന്ന തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ ദാരുണമായ സംഭവത്തിലൂടെ അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് ഈ 4 മക്കൾ പോയിരിക്കുന്നു. അവർ അനാഥരായിരിക്കുന്നു. അവരെ ഇനി ആര് നോക്കും, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളിൽ ആര് അവരുടെ സുരക്ഷിതത്വം ഏറ്റെടുക്കും, ഇതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ കൂടി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇതിന്റെ 2 മക്കൾ 6ഉം 7ഉം 8ഉം വയസ്സുള്ളവരാണ് എന്ന വിവരങ്ങൾ കൂടി
ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇത് പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനമാണോ ഇന്നലെ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്, അതോ അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇവർക്കിടയിൽ ഈ തർക്കം നിലനിന്നിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വിശദമായി പരിശോധന വരും. എന്തായാലും ഈ കുടുംബാംഗങ്ങളിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട് എന്ന ഒരു വിവരമാണ് പോലീസ് കൈമാറുന്നത്. പക്ഷേ ഇപ്പോൾ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടിരിക്കുന്ന മക്കളുടെ അടുത്ത് അത്തരം അതാണ് കാരണം ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഏകദേശം ഒരു 10-18 വയസ്സ് ആയപ്പോൾ, ആ പ്രായമുള്ളപ്പോഴാണ് ഹസീന സുരേഷിനൊപ്പം വീട് വിട്ടിറങ്ങിപ്പോയത്. പിന്നീട് ഇവരുടെ കുടുംബാംഗങ്ങളുമായി കാര്യമായ ബന്ധമുണ്ടായിരുന്നു, അടുപ്പമുണ്ടായിരുന്നു. ഒരു പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ, അതായത് ഇവരുടെ ഈ ദാമ്പത്യ പ്രശ്നത്തിൽ ആരുടെ ഭാഗത്തുനിന്നും മറ്റു വീട്ടുകാരുടെ ഭാഗത്തുനിന്നും ഒരു ഇടപെടൽ ഉണ്ടായിരുന്നില്ലേ? മാത്രമല്ല ഇങ്ങനെ പലപ്പോഴും വീട്ടിൽ കലഹവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പോലീസിൽ പരാതിയൊന്നും വന്നിരുന്നില്ലേ? പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായൊരു ഇടപെടൽ ഏതെങ്കിലും സാഹചര്യത്തിൽ പോലീസ് ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നോ? നേരത്തെ തന്നെ, അതായത് പിണങ്ങി മാറി നിൽക്കുകയായിരുന്നു ഹസീന കുടുംബത്തിൽ നിന്ന് എന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ പിന്നീട് പോലീസിന് മുൻപിൽ പരാതിയുമായി എത്തിയപ്പോൾ പോലീസ് ഇടപെട്ട് തന്നെയാണ് ഇവരെ വീണ്ടും ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുകയും അങ്ങനെ ഒരു വീട്ടിലേക്ക് വീണ്ടും പരാതികൾ നിലനിൽക്കുമ്പോൾ തന്നെ ഈ 4 മക്കളുടെ ഭാവിയെ കുറിച്ചുള്ള ആശങ്കകൾ അടക്കം ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പങ്കുവെച്ചതിന് പിന്നാലെ വീണ്ടും അതേ വീട്ടിലേക്ക് ഹസീന എത്തുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്തത്. അങ്ങനെ ഹസീന എത്തിയ ശേഷവും ഈ വെള്ളിയാഴ്ച, അതായത് ഈ സംഭവം ഇന്നലെ ഈ സംഭവം ഉണ്ടാകുന്നതിന് തൊട്ട് തലേ ദിവസം വൈകുന്നേരവും പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി ഹസീന എത്തിയിരുന്നു. അന്നും പരാതി നൽകിയ ഹസീനയെ ഉദ്യോഗസ്ഥർ ആശ്വസിപ്പിച്ച് വിടുകയും എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയതാണ്. അതോടൊപ്പം പോലീസ് സാന്നിധ്യത്തിൽ തന്നെ ബാക്കി പ്രശ്നങ്ങളൊക്കെ രമ്യമായി പറഞ്ഞ് പരിഹരിക്കാമെന്നൊരു ഉറപ്പിലാണ് ഹസീന എന്ന വീട്ടിലേക്ക് മടങ്ങിപ്പോയത്. അതിനുശേഷം വീടിന്റെ മുകൾ നിലയിലാണ് ഹസീന അയാളുടെ താമസിച്ചിരുന്ന മുറി. ആ മുറിയിലേക്ക് എത്തിയ ഹസീനയും ഭർത്താവ് സുരേഷുമായി രാത്രിയോടെ വീണ്ടും വാക്കുതർക്കം ഉണ്ടാകുകയും അവിടെ വെച്ച് പ്രകോപനപരമായ ഒരു തരത്തിലേക്ക് ആ തർക്കം നീളുകയും അങ്ങനെ ഹസീനയുടെ ജീവൻ എടുക്കുകയുമായിരുന്നു. പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനമല്ല ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. കാരണം നേരത്തെ തന്നെ ഇവർ തമ്മിൽ ഈ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. അതുകൊണ്ട് ഇത് ഒരു വളരെ ആസൂത്രിതമായി തന്നെ ഹസീനയെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് സുരേഷ് അവിടേക്ക് എത്തിയതെന്ന തരത്തിലുള്ള സൂചനകളാണുള്ളത്. കാരണം സുരേഷ് ജീവനോടെ ഇല്ല. അയാളെ വിശദമായി ചോദ്യം ചെയ്തിരുന്നെങ്കിൽ മാത്രമേ എന്താണ് മറ്റ് കാരണങ്ങൾ എന്നൊക്കെ വ്യക്തമാകുകയുള്ളൂ. അയൽവാസികളുമായോ ബന്ധുക്കളുമായോ ഒന്നും വളരെ തൊട്ടടുത്തുള്ള ആളുകളുമായി ഒന്നും അങ്ങനെ ഒരു അടുത്ത ബന്ധമില്ല ഇവർക്ക്. അതുകൊണ്ട് തന്നെ കുടുംബവുമായി ബന്ധപ്പെട്ട കൂടുതൽ പശ്ചാത്തലം അയൽവാസികൾക്കും പോലീസിന് പറഞ്ഞു നൽകാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളിലേക്ക് സുരേഷിന്റെ മൃതദേഹം തിരികെ തിരുവനന്തപുരത്ത് എത്തിച്ച ശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള മറ്റ് മേൽ നടപടികൾ സ്വീകരിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിനുശേഷമായിരിക്കും മറ്റ് വിശദാംശങ്ങൾ, ഏതെങ്കിലും ആത്മഹത്യ കുറിപ്പോ മറ്റോ ഉണ്ടോ, അത് പരിശോധന നടക്കുന്നുണ്ടോ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. വ്യക്തമാണ്. ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ ഹസീനയുടെ ജീവിതം നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളൊക്കെ ഒരു പാഠമാക്കേണ്ടതാണ്, അതൊരു മനസ്സിലാക്കേണ്ടതാണ്. കാരണം ചെറിയ പ്രായത്തിൽ വീട്ടുകാരെ ധിക്കരിച്ച് അവരുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് ഒരു 10 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള സുരേഷിനൊപ്പം ഇറങ്ങിപ്പോയതാണ്. അന്ന് ഏകദേശം ഒരു 18 വയസ്സ് കഷ്ടി പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ ഹസീനയ്ക്ക്. പിന്നീട് ഇവരുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രശ്നങ്ങളുണ്ടായി. അതായത് ഈ ഭർത്താവിൻ്റെ സംശയരോഗം, 4 കുട്ടികളുണ്ടായി. 4 മക്കളുണ്ടായ ശേഷവും ഈ കുടുംബ കലഹത്തിൽ യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. ഹസീനയുടെ പരാതിയോ പരിഭവമോ കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. സ്വന്തം വീട്ടിൽ പോലും, കാരണം സ്വയം തീരുമാനത്തിലെടുത്ത ജീവിതമാണ്. സ്വന്തം വീട്ടിൽ പോലും ഈ പ്രശ്നങ്ങളെക്കുറിച്ച് പറയാൻ കഴിയാത്തൊരു സാഹചര്യം ഹസീനയെ അലട്ടിയിരുന്നു. ഏറ്റവും ഒടുവിൽ ഇത്തരം ഒരു ദുരന്തം സംഭവിക്കുന്നു. ഹസീനയുടെ കൊലപാതകത്തിന് ശേഷം ഭർത്താവ് ജീവനെടുക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ 4 കുഞ്ഞുങ്ങളാണ് അനാഥരായത്. അവരുടെ സംരക്ഷണം ആരെ ഏറ്റെടുക്കുമെന്നൊരു ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കൊച്ചിയിൽ വ്യാപക പരിശോധന. ഇന്നലെയുമായി നഗരപരിധിയിൽ 130ഓളം റെയ്ഡുകൾ നടത്തി. 60ഓളം കേസുകളിലായി 41 പ്രതികളെ അറസ്റ്റ് ചെയ്തു. പരിശോധനയിൽ രാസലഹരിയും പണവും ലഹരി മരുന്ന് കടത്തിയ ആഡംബര കാറും പിടിച്ചെടുത്തു. കൊച്ചിയിലെ DJ പാർട്ടികളിൽ പരിശോധന കർശനമാക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ പറഞ്ഞു. സക്സസ്ഫുള്ളായിട്ട് നമുക്ക് ഒരു 400 ഗ്രാം കൂടുതലുള്ള MDMA ഒരു കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി സ്റ്റേറ്റിലെ ഏറ്റവും ബെറ്ററായിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി പിടിക്കാൻ പറ്റി. അതല്ലാതെ നമുക്ക് ഒരുപാട്
സ്മാൾ ക്വാണ്ടിറ്റി കേസും ഉപയോഗിച്ചുള്ള കേസും എടുത്തിട്ടുണ്ട്. ഇവർക്കെതിരായിട്ടുള്ള നടപടിക്ക് ശക്തമായിട്ട് തുടരും. ഈ തുഫാനുടെ കാമ്പോണൻറ്റ് ഡിറ്റക്ഷൻ മാത്രമല്ല, മുഖ്യമായിട്ട് ആ കേസുകളെ മുൻകൂട്ടി കൊണ്ടുപോയിട്ട് കൺവിക്ഷൻ വരെ കൊണ്ടുപോകണം. അതൊക്കെ ഒരു കാമ്പോണൻറ്റൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. പിന്നെ സപ്ലൈ സൈഡ് ആരാണ് ഉപയോഗിക്കാത്ത ആൾക്കാരുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി ഒരു അവയർനെസ്, അതൊക്കെ ഒരു സെപ്പറേറ്റ് കാമ്പോണൻ്റ് ഉണ്ട്. അതിനോട് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് നമുക്ക് മുൻകൂട്ടി പുറത്തുണ്ട്. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്ന കൊച്ചിയിൽ നിന്ന്. ഡാനി, 2 ദിവസങ്ങളിലായി വ്യാപക പരിശോധനയായിരുന്നു പോലീസ് നടത്തിയത്. പ്രത്യേകിച്ചും കൊച്ചി അറിയാം നമുക്ക്, ലഹരിയുടെ ഒരു ഹബ്ബാണ്. പല ക്യാമ്പസുകളുടെ പരിസരങ്ങളിലും നഗരപരിധികളിലുമൊക്കെ ലഹരി ഇടപാടുകൾ തകൃതിയായി നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കൊച്ചിയിലെ ഹോട്ടലുകളുടെ മറവിൽ നടക്കുന്ന ഇടപാടുകൾ, DJ പാർട്ടികളുടെ മറവിൽ നടക്കുന്ന ലഹരി ഇടപാടുകൾ, ഇതൊക്കെ പോലീസ് കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. 130ഓളം സ്ഥലത്താണ് റെയ്ഡ് നടത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. എത്ര പേർ ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുണ്ട്? ഇതിൽ വിദ്യാർത്ഥികളുണ്ടോ? പോലീസ് നൽകുന്ന വിവരം എന്താണ്? ടോം, ഇതില് നഗരപരിധിയിൽ മാത്രമാണ് ഈ പരിശോധനയുടെ എണ്ണമെന്ന് ആലോചിക്കുക. 130ഓളം പരിശോധനകൾ നടത്തുകയും ഏതാണ്ട് 41ഓളം പേർ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവരിലെ എല്ലാ തരം ആളുകൾ ഉണ്ടായെന്നതാണ് ഇതിലെ ഈ കൃത്യമായി വിപണന രംഗത്തുള്ളവര്, അതോടൊപ്പം തന്നെ അതിൻ്റെ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നവര്, ഇതെല്ലാം തന്നെ ഇടപാടുകാർ, ഇവരെല്ലാം തന്നെ ഉൾപ്പെടുന്നു എന്നതാണ് ഇതിൻ്റെ പൂർണ്ണമായൊരു വിവരങ്ങൾ. ഇത് ആരൊക്കെ എന്തൊക്കെ എന്നുള്ളൊരു വിവരങ്ങൾ പുറത്തേക്ക് വരുന്നതേ ഉള്ളൂ. കാരണം ഇതിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് ഇപ്പോൾ അവരൊരു വിശദാംശങ്ങൾ ഇതാണ് പുറത്ത് വിട്ടിരിക്കുന്നത്. ഏതായാലും ഇത് ഈ വരും ദിവസങ്ങളിലും തുടരുന്നു എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. തുടർച്ചയായ ഒരു നടപടികളിലൂടെ ഇത് മുന്നോട്ട് പോകുക എന്നൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ കഴിഞ്ഞ ദിവസം കാക്കനാട് നിന്ന് കാക്കനാട് ഭാഗത്ത് നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ള 3 പേരുടെ പങ്ക് പോലീസ് ഗുരുതരമായി തന്നെയാണ് അന്വേഷിക്കുന്നത്. കാരണം ഇവരിൽ നിന്നാണ് ആഡംബരക്കാർ പിടിച്ചെടുത്തത്. ആഡംബരക്കാരിലും അതിൽ നിന്നും ഈ ലഹരി MDMA കണ്ടെടുത്തിരുന്നു. അതോടൊപ്പം തന്നെ ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കുകയാണ്. ഇവരുടെ കയ്യിൽ നിന്ന് പണമായിട്ട് 1 ലക്ഷം രൂപ കണ്ടെടുത്തിട്ടുണ്ട്. ഇതിലെ കളമശ്ശേരി സ്വദേശിയായ ആഷിഫാണ് ഇതിന് നേതൃത്വം നൽകുന്നത് എന്നതാണ് പോലീസ് പറയുന്നത്. ഇതിൽ വന്നിട്ടുള്ളത് ഒരു അർജുൻ, പാലക്കാട് സ്വദേശിയായ അർജുൻ, അതോടൊപ്പം തന്നെ കാസർഗോഡ് സ്വദേശിയായ രതീഷ്, ഇനി 2 പേര് കൂടിയുണ്ട്. അർജുൻ്റെ സുഹൃത്തിൻ്റെ ഫ്ലാറ്റിലാണ്, കാക്കനാടുള്ള ഫ്ലാറ്റിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രി പരിശോധന നടത്തുകയും ചെയ്തത്. ഇവിടെ നിന്ന് ഏതാണ്ട് 5 ഗ്രാമോളം MDMA കണ്ടെടുത്തിട്ടുണ്ട്. 14 ലക്ഷം രൂപയുടെ ഇടപാടുകൾ ഇവർ 3 പേരും ചേർന്ന് നടത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് നൽകുന്ന ഒരു വിവരം. ഇവരെ ഡൽഹിയിൽ നിന്നും മുംബൈയിൽ നിന്നുമായിട്ടാണ് പലയിടങ്ങളിൽ നിന്നായിട്ട് ഇവരെ ഈ ലഹരി വസ്തുക്കൾ എത്തിക്കുകയും തുടർന്ന് ഇടപാടുകാർക്ക് വിപണനം ചെയ്യുകയാണ് ഇവരുടെ രീതി. പ്രധാനപ്പെട്ട കച്ചവടം ഇത് തന്നെയായിരുന്നു എന്നാണ് പറയുന്നത്. 3 പേരും അറസ്റ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം മറ്റ് ഇടപാടുകാരിലേക്ക് കൂടി കുറച്ചുകൂടി വിവരങ്ങൾ കിട്ടുന്ന രീതിയിലേക്ക് അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. പോലീസ് പറഞ്ഞത് വളരെ സുപ്രധാനമായ ഒരു കാര്യമുണ്ട്. ഇത് വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള നിരീക്ഷണം കർശനമാക്കാനുള്ളൊരു നിർദ്ദേശം ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആ രീതിയിലുള്ളൊരു നിരീക്ഷണം ഏർപ്പെടുത്തുമ്പോൾ ഞെട്ടിപ്പിക്കുന്നൊരു വസ്തുത എന്നത് പൂർവ്വ വിദ്യാർത്ഥികൾ പലരും ഈ രീതിയിലുള്ള ഈ ലഹരി വസ്തുക്കളുടെ വിതരണക്കാരായിട്ടുണ്ട് പലയിടങ്ങളിലും എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പലരും അതിൻ്റെ ഒരു ചങ്ങല സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് സ്കൂൾ പരിസരത്ത് തമ്പടിക്കുന്നത്. പൂർവ്വ വിദ്യാർത്ഥികൾ അങ്ങനെ പല സ്കൂളിലും നഗരം കേന്ദ്രീകരിച്ച് പലയിടത്തും ഇങ്ങനെ ഒരു ക്യാമ്പയിൻ പോലെ വന്നു പോകുന്നുണ്ട്. പുതിയ സംഘാംഗങ്ങളെ അവർക്ക് ചേർക്കുമ്പോഴാണ് അവരുടെ ഒരു പ്രതിഫലം വർദ്ധിക്കുന്നത്. ആ രീതിയിലേക്ക് കൊണ്ടുപോകണം. അതുകൊണ്ട് ഇന്ന് കമ്മീഷണർ പറഞ്ഞത് ഈ ചങ്ങല മുറിച്ചേ തീരൂ, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണവും നടപടികളും മുന്നോട്ട് പോവുകയാണെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെയാണ് റൂറൽ ലിമിറ്റിലും പെരുമ്പാവൂർ പോലുള്ള മേഖലകളിൽ റൂറൽ പോലീസിൻ്റെ പരിധിയിലും വ്യാപകമായ പരിശോധന നടക്കുന്നുണ്ട്. അത് അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്ന ഇതര സംസ്ഥാനക്കാരെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൂടുതൽ പരിശോധന നടത്തുന്നത്. അവരുടെ ക്യാമ്പുകൾ എന്നിയിടങ്ങളിലെല്ലാം തന്നെ പോലീസ് ശക്തമായ രീതിയിലേക്കുള്ള പരിശോധനയിലേക്ക് പോയിട്ടുണ്ട്. പലരും ഇവിടെ തൊഴിലാളികളായി എത്തി പലരും ലഹരി മരുന്ന് ഇടപാടുകാരായി മാറുന്ന ഒരു സ്ഥിതിയാണുള്ളതെന്നാണ് പോലീസ് തന്നെ പറയുന്നത്. അവർക്ക് ഇവിടെയുള്ള ആളുകൾ തന്നെയും വലിയ രീതിയിൽ സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്. വലിയ കച്ചവടക്കാരായിട്ട് ഈ രീതിയിലെല്ലാം തന്നെ ഇവർ മാറുന്ന ആ സ്ഥിതിയിലേക്കെല്ലാം തന്നെ പോകുന്നുണ്ട്. ഇവരെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം പോവുകയാണ്. അതോടൊപ്പം തന്നെയാണ് ഇതിൽ DJ പാർട്ടികളുടെ അടക്കമുള്ള ഒരു നിയന്ത്രണം
നിയന്ത്രണം കൊണ്ടുവരിക എന്ന് പറയുന്നത്. ഇതിൽ 11 മണി വരെ ആണെങ്കിൽ ഇപ്പോഴത് പുലർച്ചെ വരെയൊക്കെ പോകുന്ന സ്ഥിതി പലയിടത്തും ഉള്ളതായിട്ട് ചൂണ്ടിക്കാണിച്ചപ്പോൾ കർശനമായ നടപടി അവർക്കുണ്ടാകും. പക്ഷേ DJ പാർട്ടികൾ തടയാൻ കഴിയില്ല. കൊച്ചി പോലുള്ള ഒരു സ്ഥലത്തിൽ നൈറ്റ് ലൈഫ് പോലെ പലരും ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന ഒരിടത്ത് DJ പാർട്ടി നിരോധിക്കാൻ സാധിക്കില്ല. പക്ഷേ കർശന നിയന്ത്രണങ്ങളും ഉപാധികളും അതിന് കൊണ്ടുവരും. നിയമാനുസൃതമായി മാത്രമേ ഇത്തരം പാർട്ടികൾ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്ന് തീർച്ചയായും ഡാനി സൂചിപ്പിച്ചതുപോലെ ഈ കൊച്ചി നഗരം, അതായത് നൈറ്റ് ലൈഫൊക്കെ ആസ്വദിക്കുന്നവരാണ്, വളരെ പുരോഗമന ചിന്താഗതിക്കാരാണ്, രാത്രി സമയങ്ങളിൽ ജോലിക്കും മറ്റുമൊക്കെ പോകുന്നവരാണ്. മാത്രമല്ല പബ്ബ് വരെയൊക്കെ വേണമെന്ന ആവശ്യം ഏറ്റവും ആദ്യം ഉയർന്നതൊക്കെ ഈ കൊച്ചി നഗരത്തിൽ നിന്നാണ്. അങ്ങനെ മാത്രമല്ല നിരവധി ആളുകൾ പുറത്തു നിന്നുള്ളവരുണ്ട്, വിനോദസഞ്ചാരികളൊക്കെ താമസിക്കുന്നൊരു സ്ഥലം കൂടിയാണ്. പക്ഷേ അങ്ങനെ ഒരു കൊച്ചി നഗരത്തിൽ ഒരു സുരക്ഷയും ഒരു വലിയൊരു പ്രശ്നം തന്നെയല്ലേ? പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അക്രമ കേസുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ അവിടെ ഈ ലഹരിക്കടിമകളായവർ പോലീസിനെ പോലും ആക്രമിക്കുന്ന സംഭവമുണ്ടായി. കഴിഞ്ഞ ദിവസം കലൂരിലാണ് പെൺകുട്ടികൾക്ക് നേരെ ഒരു സംഘം ആളുകളുടെ ആക്രമണം ഉണ്ടായത്. ഇതുപോലുള്ള DJ പാർട്ടികളും ലഹരി ഇടപാടുകളും നടക്കുമ്പോൾ പോലീസ് അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നുണ്ട്, ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരം സുരക്ഷയും ഉറപ്പാക്കേണ്ടതല്ലേ? ഈ രാത്രി സമയങ്ങളിൽ ഈ DJ പാർട്ടികൾ അത് 11 മണിക്ക് ശേഷം ഉണ്ടാകാൻ പാടില്ല, അത് കൃത്യമായും നിരോധിക്കണം. മാത്രമല്ല ബാറുകളുടെയൊക്കെ പ്രവർത്തന സമയം നീട്ടിയ ശേഷമാണ് ഇതുപോലുള്ള അക്രമ സംഭവങ്ങൾ ഇരുട്ടിൻ്റെ മറവിൽ ആവർത്തിക്കപ്പെടുന്നതും. ടോം, ഇതിൽ ഈ നൈറ്റ് ലൈഫ് ഇതിനോടുകൂടി കണക്ട് ചെയ്യപ്പെടുന്നത് തന്നെയാണ്. കാരണം പല അക്രമ സംഭവങ്ങളും ഉണ്ടാകുന്നത് അതിൽ പങ്കെടുത്ത് മടങ്ങുമ്പോൾ അവിടെ വെച്ചുണ്ടാകുന്ന ചില വാഗ്വാദങ്ങൾ അങ്ങനെയെല്ലാം തന്നെ നമ്മൾ കണ്ടിരിക്കുന്നുണ്ട്. വലിയ രീതിയിൽ ദാരുണ സംഭവങ്ങളും ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ഒരിക്കലും മറക്കാൻ പാടില്ലാത്തതാണ് നവംബർ 1 ഈ മിസ് കേരള അതിൽ മത്സരിച്ചവരുടെ ഒരു ദാരുണമായ അന്ത്യം. അതുണ്ടായതുമെല്ലാം തന്നെയും ഒരു ഹോട്ടലിൽ നിന്ന് പാർട്ടി കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ഒരു മത്സരോട്ടത്തിനൊടുവിലാണ് അത് ബൈപ്പാസിൽ വെച്ച് അപകടം സംഭവിച്ച് മരണം എല്ലാം തന്നെ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ രീതിയിലെല്ലാം ഈ നൈറ്റ് ലൈഫിന് കടിഞ്ഞാണിടുക എന്നതെല്ലാം തന്നെ പറയുന്നത് ഒരു നിയന്ത്രണം കൊണ്ടുവരിക എന്നതിലൂടെ മാത്രമാണ് നമുക്ക് സാധ്യമാകുന്നത്. പോലീസും അത് തന്നെയാണ് പറയുന്നത്. ഇതിൽ ഈ ലഹരിക്ക് അടിപ്പെട്ടവർ പുറത്തേക്ക്, ഈ പാർട്ടികളെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ അത് ഏത് രീതിയിലാണ് പിന്നീട് കലാശിക്കുന്നത് എന്നതെല്ലാം തന്നെ എല്ലായിടത്തും ഒരുപോലെ പോലീസ് നിരീക്ഷണം ഏർപ്പെടുത്താൻ കഴിയുന്നൊരു സംവിധാനമൊന്നും ഇപ്പോഴില്ല. അതിന് മാത്രം ആളും ഒന്നും പോലീസിന് പ്രത്യേകിച്ച് കൊച്ചി നഗരപരിധിയിലൊന്നുമില്ല. എല്ലായിടത്തും നിരീക്ഷണങ്ങൾ കൊണ്ട്. കാരണം ഇത് ഏത് റോഡിൽ റോഡ് വക്കിൽ ഇതെല്ലാം സംഭവിക്കുന്നു എന്നതാണ് അടുത്ത വിഷയങ്ങൾ. കാരണം പോലീസ് പലപ്പോഴും CCTVക്ക് ആശ്രയിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസമുണ്ടായ സ്ഥലത്ത്, ഈ പെൺകുട്ടികൾ ആക്രമിക്കപ്പെട്ട സ്ഥലത്ത്, അവിടെ പോലും ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെ പോലും നിങ്ങൾ ഇവിടുത്തെ ഒരു നിയമം അനുസരിച്ച് പ്രവർത്തിക്കാൻ, ഈ രാത്രി ബഹളങ്ങൾ ഉണ്ടാക്കരുത് എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇതിനെല്ലാം പാർട്ടിക്കും കഴിഞ്ഞ് പോകുന്നവർ പാലിക്കേണ്ട ഒരു മിതത്വവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതെല്ലാം തന്നെ കൈവിടുന്നൊരവസ്ഥയാണ് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ. എല്ലാവരെയും നിയന്ത്രിക്കാൻ തങ്ങൾക്കൊന്നും കഴിയില്ല എന്ന് പോലീസും തന്നെ പറയുന്നുണ്ട്. എന്തായാലും ഈ സ്ഥിതിക്ക് ഒരു നിയന്ത്രണം ഉണ്ടാകണമെങ്കിൽ ശക്തമായ നടപടികൾ, ഈ കുറ്റകൃത്യങ്ങൾക്ക് നേരെ കൃത്യമായ നടപടികൾ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർ കൂടി അത് അനുസരിക്കാൻ നിർബന്ധിതമാകും എന്നത് മാത്രമേ ഇത് സംബന്ധിച്ച് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓരോ ദിവസം എന്ന പോലും ഈ ലഹരി കേസുകൾ കൂടുകയാണ്. പോലീസിനെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു പോലീസ് ജീപ്പിൻ്റെ മുന്നിൽ നിന്ന് പരാക്രമം കാണിക്കുന്ന ആളുകളെ. അപ്പോൾ ഈ രീതിയിലേക്കെല്ലാമാണ് കാര്യങ്ങൾ പോകുന്നത്. കൊച്ചിയിൽ അല്പം കൈവിടുന്നോ എന്നൊരു ചോദ്യം വലുതാണ്, ഗുരുതരവുമാണ്. ടോം, യെസ്, അതാണ് ഡാനി സൂചിപ്പിച്ചതുപോലെ ചില ഘട്ടങ്ങളിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നുണ്ട്. പോലീസിൻ്റെ കർശനമായ ഇടപെടലുകളാണ് ആവശ്യം. ഇടവേള. ഇന്ത്യയിലെ വാർത്താ ചാനലുകളിലും പത്രത്താളുകളിലും ഇന്ന് ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന, പലരിലും ഭയവും ആകാംക്ഷയും ഒരുപോലെ ജനിപ്പിക്കുന്ന രണ്ടക്ഷരങ്ങളാണ് ED അഥവാ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്.
രാഷ്ട്രീയ പ്രമുഖരുടെ വീടുകളിലെ റെയ്ഡുകൾ, കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം പിടിച്ചെടുക്കൽ, ബിസിനസ് ഭീമന്മാരുടെ അറസ്റ്റുകൾ തുടങ്ങി ഇന്ത്യൻ വാർത്താ ലോകത്തെ പിടിച്ചുകുലുക്കുന്ന മിക്ക സംഭവങ്ങൾക്കും പിന്നിൽ ഈ അന്വേഷണ സ്പോട്ട് ലൈവ് തുടരുന്നു. തൃശൂർ ജില്ലാ ജയിലിൽ മർദ്ദനത്തെ തുടർന്ന് മരണമെന്ന് പരാതി. റിമാൻഡ് പ്രതി തൃശൂർ ചിറ്റിശ്ശേരി സ്വദേശി സുരേഷ് ബാബുവിന്റെ മരണത്തിലാണ് കുടുംബം ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇക്കഴിഞ്ഞ 26-നാണ് ജില്ലാ ജയിലിൽ തലകറങ്ങി വീണതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് മരണം സംഭവിച്ചത്. എന്നാൽ ആരോപണം ജയിൽ അധികൃതർ നിഷേധിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു. നവമി, ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, ഇടത് സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും അധികം ആക്ഷേപം ഉയർന്നത് ആഭ്യന്തര വകുപ്പിനെതിരെയായിരുന്നു. പ്രത്യേകിച്ചും പല ജയിലുകളിലും അതോടൊപ്പം പോലീസ് സ്റ്റേഷനുകളിലും കസ്റ്റഡി മർദ്ദനങ്ങളും മരണവും പല വേട്ടയാടലുകളും പോലീസ് രാജ്യവും ഒക്കെ എന്ന ആക്ഷേപം ഉയർന്നിരുന്നു. UDF സർക്കാർ വന്നു. കാരണം UDF അന്ന് ഇത്തരം ഈ പോലീസിൻ്റെ നരനായാട്ടിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തിയിട്ടുള്ളതാണ്. ഈ സർക്കാർ അധികാരമേറ്റ ശേഷം, പുതിയ ആഭ്യന്തരമന്ത്രി വന്ന ശേഷവും ഒരു മാറ്റവുമില്ല പോലീസിൽ. ഇതുപോലുള്ള ജയിലിൽ ഒരു പ്രതി മരിക്കുന്ന സംഭവം, അത് മർദ്ദനത്തെ തുടർന്നാണോ? എന്താണ് കുടുംബത്തിൻ്റെ ആരോപണം? ടോം, കഴിഞ്ഞ മാസം 18-നാണ് പിടിച്ചുപറി കേസിൽ ഈ പ്രതി ഉൾപ്പെടുന്ന ആളുകളെ തൃശൂർ ഈസ്റ്റ് പോലീസ് റിമാൻഡ് ചെയ്തത്. അതിനെ തുടർന്ന് ജയിലിലായിരുന്നു. 26-ാം തീയതി ഇയാൾ ജയിലിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. പിന്നീട് ആശുപത്രിയിൽ ചികിത്സയായിരുന്നു. ചികിത്സയ്ക്കൊടുവിൽ ഇന്നലെ ഉച്ചയോടുകൂടിയാണ് സുരേഷ് ബാബുവിന്റെ മരണം സ്ഥിരീകരിക്കുന്നത്. അതിനെ തുടർന്ന് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾ ഇനി പുരോഗമിക്കും. ഇന്ന് പോസ്റ്റ്മോർട്ടം ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനിടയിലാണ് കുടുംബം ഈ ഒരു ആരോപണവുമായി രംഗത്തെത്തിയത്. ഈ മരിച്ച സുരേഷ് ബാബുവിന്റെ ശരീരത്തിൽ മർദ്ദനത്തിന്റെ പാടുകൾ ഉണ്ടായിരുന്നു എന്നാണ് കുടുംബം പറയുന്നത്. അതിനെ തുടർന്ന് ഈ കസ്റ്റഡി മർദ്ദനമാകാം മരണ കാരണം എന്നൊരു ആരോപണവുമായി കുടുംബം രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതിൽ പോലീസിനടക്കം പരാതി നൽകാനായി കുടുംബം തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷേ പോലീസ്, ജയിലധികൃതർ പറയുന്നത് ഇത് കുഴഞ്ഞു വീഴുന്നതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് ഇങ്ങനെ മരണം സംഭവിച്ചതെന്ന്, അല്ലാതെ കസ്റ്റഡി മർദ്ദനം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ജയിലിൽ വെച്ച് മറ്റു തരത്തിലുള്ള മർദ്ദനങ്ങളൊന്നും തന്നെ സുരേഷ് ബാബുവിന് ഉണ്ടായിട്ടില്ല എന്നാണ് ജയിൽ അധികൃതർ വ്യക്തമാക്കുന്നത്. എന്തായാലും കുടുംബം ഈ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ശരീരത്തിൽ പാടുകളുണ്ട് എന്നാണ് കുടുംബം പറയുന്നത്. കുഴഞ്ഞു വീഴത് മാത്രമായിരിക്കില്ല, മുഖത്ത് മർദ്ദനമേറ്റ പാടുകളുണ്ടെന്നാണ് ഇയാളുടെ വീട്ടുകാർ ആരോപിക്കുന്നത്. എന്തായാലും മകന്റെ മരണത്തിലെ ദുരൂഹത അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കുടുംബം. യെസ്, ഈ വിഷയത്തിൽ അവരുടെ ഈ അന്വേഷണം വേണം. അതോടൊപ്പം ഈ ആരോപണ വിധേയർക്കെതിരെ ആരെങ്കിലും പേര് പരാമർശിക്കുന്നുണ്ടോ? ഈ ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നാണോ അതോ സഹതടവുകാരുടെ ഭാഗത്തു നിന്നായിരിക്കുമോ ആക്രമണം ഉണ്ടായത്? ജയിൽ അധികൃതർ പൂർണ്ണമായി നിഷേധിക്കുന്നുണ്ടല്ലോ. അധികൃതർ ഈ ആരോപണത്തെ പൂർണ്ണമായും നിഷേധിക്കുകയാണ്. കുഴഞ്ഞു വീണതാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്, മർദ്ദിച്ചിട്ടില്ല എന്നാണ് ജയിൽ അധികൃതർ പറയുന്നത്. പക്ഷേ ഈ ശരീരത്തിലെ പാടുകൾ, പ്രത്യേകിച്ച് മുഖത്ത് അടിയേറ്റ പാടുണ്ട്. അത് കണ്ടുകൊണ്ടാണ് കുടുംബം ഇതൊരു മർദ്ദനത്തിനെ തുടർന്നാണ് മരിച്ചായിരിക്കും ഈ ആശുപത്രിയിലേക്ക്, അല്ലെങ്കിൽ മർദ്ദനത്തെ തുടർന്നാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്, പിന്നീട് മരിച്ചതായിരിക്കുമെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. എന്തായാലും നിലവിൽ കുടുംബം പരാതി നൽകുവാനായി തയ്യാറെടുക്കുകയാണ്. ആരുടെയും പേര് പരാമർശിക്കുന്നില്ല, സഹതടവുകാരുടെയോ അല്ലെങ്കിൽ ഈ ജയിലധികൃതരുടെ പേര് പരാമർശിച്ചിട്ടില്ല. എന്തായാലും പരാതി നൽകാനാണ് കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് രോഗി മരിച്ചെന്ന് പരാതി. വൃക്കയിലെ കല്ല് നീക്കാൻ നടത്തിയ ശസ്ത്രക്രിയയിൽ പിഴവുണ്ടായെന്നാണ് ആരോപണം. വാണിമൽ സ്വദേശി റീജിത്താണ് മരിച്ചത്. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടന്റും പോലീസിനും കുടുംബം പരാതി നൽകി. യൂറോളജി ഡോക്ടർ വേണുഗോപാലിനെതിരെയാണ് പരാതി. പെട്ടെന്ന് തന്നെ വന്ന് 2 ദിവസം കൊണ്ട് സർജറി ഡേറ്റ് തന്നിക്ക. 6-ാം തീയതി അടുത്ത ഡോക്ടർ OP തന്നെ സർജറി ഡേറ്റ് തന്നിക്ക്. അന്ന് തന്നെ ചെയ്യുകയും ചെയ്ത് അങ്ങ് പോവുകയും ചെയ്ത്. പിന്നെ അന്ന് ഇപ്പോൾ മലബാർ ഹോസ്പിറ്റലിൽ കാണിച്ച് പറഞ്ഞ് ഇടത് ഭാഗത്ത് ചെയ്യേണ്ടത് വലത് ഭാഗത്ത് ചെയ്യുന്നത്, വലത് ഭാഗത്ത് ക്ലിനിക് കംപ്ലൈന്റ് ഇല്ലായിരുന്നു. ഇപ്പൊ ആശുപത്രി സ്ഥിരീകരിക്കുന്നുണ്ടോ? ഈ നമ്മൾ ചോദിക്കുമ്പോൾ ഇവര് സമ്മതിക്കുന്ന ഒരു മറുപടി വേണുഗോപാൽ സാർ ഇതുവരെ തന്നിട്ടില്ല. ഒന്നും ചോദിച്ചില്ല. അസിസ്റ്റന്റുമാർ ഡോക്ടർമാർ പറയുമ്പോൾ ഞാൻ തന്നെ ഇവിടുന്ന് ICU ഒരു കൺസെന്റ് മേടിക്കാൻ വേണ്ടി അടുത്തേക്ക് പോയി. ഫുൾ ടൈം ഉച്ച വരെ ഇരുന്നിട്ടും ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങില്ല. ഉള്ളിൽ കൊണ്ടുപോയി റിപ്പോർട്ട് ചെയ്ത് തന്നു. ഉള്ളിൽ നിന്ന് ഡോക്ടർ പുറത്തേക്ക് വരുന്നില്ല.
അത്രയും നമ്മളെ ഫേസ് ചെയ്യാൻ ഡോക്ടർമാർക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലായി ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ വ്യക്തിപരമായി പോയി കാണുകയൊക്കെ ചെയ്തോ? ചിലപ്പോൾ ഈ സർജറി ഒക്കെ ഫസ്റ്റ് സർജറി ചെയ്തപ്പോൾ വേദന മാറാണ്ടായപ്പോൾ അടുത്തുള്ള പേഷ്യൻസ് ഒക്കെ പറഞ്ഞ് ഡോക്ടറെ പൈസ കൊടുത്തില്ലെന്ന് വെച്ചില്ല, ഞങ്ങൾ പൈസ കൊടുത്തില്ല എന്നാണ്. അങ്ങനെ ഡോക്ടർക്ക് പിറ്റേന്ന് ഫസ്റ്റ് സർജറി കഴിഞ്ഞ് 2ാം ദിവസം വീട്ടിൽ പോയി 5000 രൂപ കൊടുക്കുകയും ചെയ്തു. പൈസ വാങ്ങിച്ചു, ഡോക്ടർ വാങ്ങിക്കുകയും ചെയ്തു. അത് ഇവിടുത്തെ ഒരു കീഴ്വഴക്കം അങ്ങനെയാണല്ലേ. ഇവിടെ ഹോസ്പിറ്റലിൽ സർജറി ചെയ്യണമെങ്കിൽ ഡോക്ടറെ വീട്ടിൽ പോയി പൈസ കൊടുക്കണമെന്നുള്ള കീഴ്വഴക്കുണ്ടെന്ന് ഇവിടുത്തെ പേഷ്യൻസ് ഒക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളത് ചെയ്ത് വീട്ടിൽ പോയി പൈസ മേടിക്കുകയും ചെയ്തു ഡോക്ടർ. പക്ഷേ അതിന് ശേഷം ഡോക്ടർ എന്തിരിക്കില്ല, ഇതേ ട്രീറ്റ്മെന്റ് ഇല്ലാണ്ട് വേറൊന്നും ചെയ്തില്ല. എല്ലാവർക്കും ഇങ്ങനെയാണെന്നാണ്. 46 വയസ്സായിട്ടുള്ളൂ. നിങ്ങൾ എപ്പോഴാണ് ആദ്യ പരാതി കൊടുക്കുന്നത്? ഇതിനു മുമ്പ് ഈ ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പരാതി കൊടുക്കുന്നത്. കാരണം ചികിത്സ പിഴവുണ്ടെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയില്ലല്ലോ. ഹോസ്പിറ്റലിൽ വരുന്ന കാണിക്കുന്ന പോകുന്നതാണ് നമ്മളിതിനെ പറ്റി മനസ്സിലാക്കിയില്ല. മെഡിസിൻ ഇങ്ങനെ എല്ലാ ആഴ്ചയും കൊടുക്കൂ, അതിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക തന്നെ. ഈ പഴുപ്പിട്ട് മാറുന്നില്ല, വേദന അസഹ്യമായ വേദന സഹിച്ചുകൊണ്ടിരിക്കുക. 10 മാസം കൊണ്ട് 10 മാസവും ഹോസ്പിറ്റലിൽ തന്നെ. ഈ ആദ്യ പരാതി കൊടുത്തിട്ട് എന്തെങ്കിലും നടപടി ഉണ്ടായോ? അല്ലെങ്കിൽ നിങ്ങളോട് കൊടുത്തപ്പോൾ സൂപ്രണ്ട് നോക്കാന്ന് പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ കൊടുത്തപ്പോൾ നമ്മളെ മുന്നിൽ തന്നെയാണ് SHO ഇവിടെ വിളിക്കുകയൊക്കെ ചെയ്യുന്നത്. ഡോക്ടറെ വിളിച്ചിട്ടുണ്ടായിരുന്നു, സൂപ്രണ്ടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ മറുപടി കൊടുക്കാൻ, റിപ്പോർട്ട് എടുക്കാൻ, അന്വേഷിക്കാൻ വേണ്ടി നാളെ വരുമെന്ന് ഞങ്ങളെ മുന്നിൽ തന്നെയാണ് വിളിച്ചു പറഞ്ഞത്. പോലീസ് SHO ഇവിടെ വിളിച്ചു പറഞ്ഞത്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ പിറ്റേന്ന് വന്ന് അന്വേഷണം പോയിട്ടുണ്ടാവും. ഞങ്ങൾ പിന്നെ ഈ ടെൻഷനിലായതുകൊണ്ട് പിന്നെ അതൊന്നും നോക്കാൻ പോയില്ല. ഇപ്പോൾ ഒന്ന് മരണപ്പെട്ട ശേഷം അത് കൊണ്ടുപോ ഇപ്പോൾ ബോഡി തന്നെ പോലീസ് വന്നിട്ടാണ് ഏറ്റുവാങ്ങിയിട്ടുള്ളത്. നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടോ ഈ ചികിത്സാ പഴവുള്ള? അതായത് ഒരു വശത്തെ ചെയ്യേണ്ടത് മറുവശത്താ ചെയ്തത്? രണ്ട് സർജറിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. 2 സർജറി അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ ചെയ്യൂലല്ലോ. ഇടത് കിഡ്നിയും വലത് കിഡ്നിയും അങ്ങനെ മാറ്റി ചെയ്യൂലല്ലോ. അത് 100% ഉറപ്പാണ്. ചികിത്സാ പിഴവ് ആരോപണത്തിൽ വീഴ്ചയുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ സുനിൽകുമാർ. ചികിത്സാ രേഖകൾ വിദഗ്ധർ പരിശോധിക്കട്ടെ. കൈക്കൂലി നൽകിയെന്ന ആരോപണത്തെക്കുറിച്ച് അറിയില്ലെന്നും സുനിൽകുമാർ പറഞ്ഞു. ഇതിനിപ്പം സൂപ്രണ്ടും പ്രിൻസിപ്പാളും ഒരുമിച്ച് പോയി കാണാം, ഒരു കാര്യം പറയാൻ വേണ്ടി. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നടപടി ഉണ്ടാവും. അതല്ലാതെ നമുക്ക് പറഞ്ഞിപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ കേട്ടല്ലോ, ഇത്ര നേരം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രോഗവും അതിനനുസരിച്ചുള്ള ചികിത്സയും അത്ര തന്നെ കോംപ്ലിക്കേറ്റഡാണ്. സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. എക്സ്പേർട്സ് അത് പരിശോധിക്കട്ടെ. എന്നിട്ട് അവരതിൽ തെറ്റുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഗവൺമെന്റ് തലത്തിലോ ഇതിലോ നടപടി ഉണ്ടാവും. സാർ, മറ്റൊരു ഗുരുതരമായിട്ടുള്ള ആരോപണം കുടുംബം പറയുന്നത് ഈ യൂറോളജി വിഭാഗം മേധാവി കൈക്കൂലി വാങ്ങി എന്നുള്ളത്. അതിനെപ്പറ്റി എനിക്കൊന്നും അറിയില്ല. ഇവരുടെ അന്ന് ഡോക്ടർ വേണുഗോപാലായിരുന്നു സാറ്, റിട്ടയർ ചെയ്തു. 31-ാം തീയതി റിട്ടയർ ചെയ്തു. ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായാൽ സാധാരണ അതിന്റെ കൂടെ ഇങ്ങനെ ഒരു ആരോപണം കൂടി വരാറുണ്ട്. അങ്ങനെയാണോ, അത് ശരിയാണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതേസമയം ചികിത്സാ പിഴവ് ആരോപണം തെറ്റാണെന്ന് യൂറോളജി വിഭാഗം ഡോക്ടർ മണികണ്ഠൻ. എല്ലാ ശസ്ത്രക്രിയകളും നടത്തിയത് കുടുംബത്തിന്റെ അനുമതിയോടെയാണ്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ചെയ്തത് വലതുഭാഗത്തെ കീഹോൾ സർജറി. ഇടതുഭാഗത്തെ പഴുപ്പ് നീക്കാൻ ചെയ്യാൻ ട്യൂബ് ഇടുകയാണ് ചെയ്തത്. എല്ലാ നടപടിക്രമങ്ങൾക്കും കുടുംബത്തിന്റെ സമ്മതം രേഖാമൂലം വാങ്ങിയിട്ടുണ്ടെന്നും മണികണ്ഠൻ പ്രതികരിച്ചു. നമ്മൾ ഏതൊരു രോഗിയും ഇതുപോലെ ഒരു അപകടകരമായ അവസ്ഥയിൽ വരുമ്പോൾ നമ്മൾ മേജർ ഓപ്പറേഷൻ ചെയ്യില്ല. പകരം മിനിമം ഓപ്പറേഷൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ട്യൂബ് ഇട്ട് കൊടുത്തിട്ട് ആ പഴുപ്പും മറ്റും നീക്കം ചെയ്യുകയാണ് ചെയ്യുക. അതൊരു ലൈഫ് സേവിംഗ് പ്രൊസീജിയറാണ്. അല്ലാതെ പൂർണ്ണമായ ചികിത്സയല്ല, ഓപ്പറേഷനല്ല. ആ സിറ്റുവേഷനിൽ രോഗിയെ ജീവൻ രക്ഷിക്കാൻ ചെയ്യേണ്ടത് ആ പഴുപ്പ് നീക്കം ചെയ്യാനാണ്. അതെ, ശരീരത്തിൽ എവിടെ പഴുപ്പ് വന്നാലും ആ പഴുപ്പ് നീക്കം ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ അന്ന് ലെഫ്റ്റ് സൈഡിൽ ഇട്ടിരിക്കുന്ന ട്യൂബ് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്തതല്ല, ആ പഴുപ്പ് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് രോഗിയുടെ കണ്ടീഷൻ നില മെച്ചപ്പെടുത്താൻ വേണ്ടി ചെയ്തിരിക്കുന്ന ട്യൂബ് ഇടുന്ന PCN എന്ന് പറഞ്ഞ ട്യൂബ് ഇട്ടുകൊടുക്കുകയും മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അന്ന് ചെയ്ത കൾച്ചർ റിപ്പോർട്ടിലും ഒരു കൂടിയ ഇനം ബാക്ടീരിയയെ ക്ലെപ്സിയല്ല എന്ന് പറഞ്ഞ് വളരെ ചുരുക്കം ആളുകൾക്ക് ബാധിക്കുന്ന വളരെ കൂടിയ ഇനത്തിൽപ്പെട്ട ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ് ഈ രോഗിയെ അന്ന് തന്നെ ബാധിച്ചിട്ടുള്ളത്. ആ ട്യൂബൊക്കെ ഇട്ട് കൊടുത്ത് അന്ന് ആന്റിബയോട്ടിക്സ് എല്ലാം കൊടുത്ത് അന്ന് രോഗി സുഖം പ്രാപിച്ചിട്ടാണ് പോയിട്ടുള്ളത്. പിന്നെ നമ്മൾ 2026 ഏപ്രിൽ വീണ്ടും നമ്മൾ സ്കാൻ ചെയ്തു. ആ സമയത്തും കല്ലവിടെയുണ്ട്. ഈ പഴുപ്പ് വരുന്ന കിഡ്നിയിൽ നിന്ന് ഒരു ട്രാക്ക് പോലെ പുറത്തേക്ക് വരുന്നുണ്ട്. പിന്നെ 2 സൈഡിലും വലതുവശത്ത് വയറിന്റെ മസിലിൽ വരെ പഴുപ്പ് വന്നിട്ടുണ്ട്. 2 സൈഡിലെ കിഡ്നിയിലും പഴുപ്പ് വന്നിട്ടുണ്ട്. ഇടതുവശത്ത് നമ്മൾ ഓപ്പറേഷൻ ചെയ്യാത്ത വശത്ത് പോലും വലിയ ഒരു സോയാ സബ്സസ് എന്ന് പറയും. എന്ന് വെച്ചാൽ ആ കിഡ്നിയിലും മസിലിലും ചുറ്റുമുള്ള വലിയൊരു പഴുപ്പ് അന്ന് തന്നെ രൂപം പെട്ടിട്ടുണ്ട്. അന്ന് വീണ്ടും ആ ലെഫ്റ്റ് സൈഡിലേക്ക് ആ അബ്സസ് എന്ന് വെച്ചാൽ പഴുപ്പ് നീക്കം ചെയ്യാൻ വേണ്ടി ട്യൂബ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ആരോഗ്യ മേഖലകളിൽ ഇതുപോലുള്ള ചികിത്സാ പിഴവുകളും മരണവും തുടർച്ചയായി ആവർത്തിക്കപ്പെട്ടിരുന്നു. അന്ന് സിസ്റ്റത്തിന്റെ പിഴവെന്ന് പറഞ്ഞ് ന്യായീകരിച്ചവർ വീണ്ടും ഇതുപോലെ, അതായത് ആരോഗ്യമന്ത്രി പറഞ്ഞ് വ്യക്തമാക്കിയ കാര്യം, ഇത്തരം സിസ്റ്റത്തിന് പിഴവുണ്ടെങ്കിൽ അത് തിരുത്തി തന്നെ മുന്നോട്ട് പോകുമെന്ന്. പക്ഷേ ഈ പിഴവുകൾ ആവർത്തിക്കപ്പെടുകയല്ലേ? എന്താണ് ഇവിടെ സംഭവിച്ചത്? ടോം, 2025 ഓഗസ്റ്റിലാണ് ഈ സംഭവങ്ങൾക്ക് തുടക്കം. കോഴിക്കോട് വാണിമേ സ്വദേശിയായ
പറമ്പത്ത് റീജിത്തിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി യൂറോളജി വിഭാഗത്തിലാണ് അന്ന് പ്രവേശിപ്പിച്ചത്. അദ്ദേഹത്തിന് വൃക്കയിൽ കല്ല് ഉണ്ടായിരുന്നു എന്ന അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. ആ കല്ല് നീക്കം ചെയ്യുന്നതിനായിരുന്നു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആഗസ്റ്റ് 6-ന് റീജിത്തിനെ കീഹോൾ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. വൃക്കയിൽ ഇടതുഭാഗത്തെ കല്ല് നീക്കം ചെയ്യുന്നതിനായിരുന്നു ശസ്ത്രക്രിയ എന്നാണ് കുടുംബം പറയുന്നത്. എന്നാൽ ഇടതുഭാഗത്തെ ശസ്ത്രക്രിയയ്ക്ക് പകരം വലതുഭാഗത്താണ് ശസ്ത്രക്രിയ നടത്തിയതെന്ന് ആണ് ബന്ധുക്കൾ പറയുന്നത്. പക്ഷേ അന്നു മുതൽ തന്നെ ഈ ശസ്ത്രക്രിയ നടന്നെങ്കിലും രോഗിയുടെ ആരോഗ്യനില ഒട്ടും മെച്ചപ്പെട്ടില്ല. അനുദിനം ആരോഗ്യനില വഷളാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. പിന്നീട് പല ഇടങ്ങളിലും ചികിത്സ തേടുന്ന സാഹചര്യമുണ്ട്. മറ്റൊരു സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സ തേടി. അത്തരത്തിൽ ചികിത്സ തേടുമ്പോഴും ആരോഗ്യനിലയിൽ ഒട്ടും മാറ്റമുണ്ടാവാൻ വരിക. വൃക്കയിൽ നിന്ന് ഈ പഴുപ്പ് പുറത്തേക്ക് എടുക്കുന്നതിനായി നിർമ്മിച്ച ഹോളിൽ വീണ്ടും അവിടെ പഴുപ്പ് ഇങ്ങനെ പുറത്തേക്ക് വമിക്കുന്ന രീതിയിൽ തന്നെ നിൽക്കുന്നു. ആ ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ഇതൊക്കെ വരുമ്പോഴും ഈ വൃക്കയിലെ കല്ലുകൾ നീക്കം ചെയ്തിട്ടില്ല എന്നുമാണ് കുടുംബം പറയുന്നത്. ഇതിനുശേഷമാണ് ഏറ്റവും ഒടുവിൽ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് മെയ് 18-ന് വീണ്ടും റിജിത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് ആരോഗ്യനില അങ്ങേയറ്റം വഷളാവുന്നു. ശ്വാസകോശത്തിനും വൃക്കകൾക്കും അണുബാധ ഉണ്ടാവുകയും ചെയ്യുന്നു. മെയ് 30-ന് ഐസിയുലേക്ക് മാറ്റുകയും ചെയ്യുന്നു. പിന്നീട് തീവ്ര പരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്റർ സഹായത്തോടുകൂടിയാണ് റിജിത്ത് കഴിഞ്ഞത്. ഒപ്പം ഇന്ന് പുലർച്ചെ ഒടുവിൽ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. നേരത്തെ തന്നെ ഇത്തരമൊരു ചികിത്സാ പിഴവുണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടി കുടുംബം ആശുപത്രി സൂപ്രണ്ടിന് പരാതി നൽകിയിരുന്നു. എന്നാൽ അത്തരമൊരു പരാതി നൽകിയിട്ടും കൃത്യമായ നടപടികൾ കൈക്കൊണ്ടില്ല എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. അതായത് ഇന്ന് പുലർച്ചെ മരിച്ച റിജിത്തിന്റെ ആരോഗ്യനില വഷളായി എന്ന് കുടുംബം നേരത്തെ തന്നെ തിരിച്ചറിയുകയും ഈ ആശുപത്രിയിൽ തന്നെ നടത്തിയ ശസ്ത്രക്രിയയുടെ ഭാഗമായുള്ള പിഴവുകളാണ് ഈ മരണത്തിലേക്ക് നയിച്ചതെന്നുമാണ് കുടുംബം പറയുന്നത്. പക്ഷേ ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം ഈ രോഗിക്ക് അത്തരത്തിലൊരു വൃക്കയിലെ കല്ല് നീക്കം ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അങ്ങേയറ്റം ഗുരുതരമായ ഒരു അവസ്ഥയിലാണ് രോഗി കടന്നു പോയത്. അതുകൊണ്ട് താൽക്കാലികമായി കല്ല് മാറ്റിവെക്കുക എന്നത് പ്രായോഗികമല്ലാഞ്ഞ ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പഴുപ്പ്, ഈ ബാക്ടീരിയ വഴി ഉണ്ടായിരിക്കുന്ന അണുബാധയുടെ ഭാഗമായുള്ള പഴുപ്പ് നീക്കം ചെയ്ത് രോഗിയെ താൽക്കാലികമായി ഒരു ജീവൻ നിലനിർത്തുക എന്നതിനാണ് തങ്ങൾ മുൻതൂക്കം കൊടുത്തത് എന്നാണ് പറയുന്നത്. അപൂർവമായി മാത്രമാണ് ഇത്തരത്തിലെ ഈ അണുബാധ, ഈ ബാക്ടീരിയൽ സാന്നിധ്യം മൂലമുള്ള അണുബാധ രോഗികളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം. ഒപ്പം ക്രിയാറ്റിന്റെ അളവുമൊക്കെ അങ്ങേയറ്റം കൂടുതലായി നിന്ന ഒരു സാഹചര്യം. ഒപ്പം ഈ നടത്തിയ ശസ്ത്രക്രിയകളെല്ലാം കുടുംബത്തിന്റെ കൃത്യമായ അനുമതി വാങ്ങി സമ്മതപത്രം അടക്കം വാങ്ങിയാണ് ചെയ്തതെന്നും ഈ യൂറോളജി വിഭാഗത്തിന്റെ മേധാവി ഇപ്പോൾ പറയുന്നുമുണ്ട്. 2 വൃക്കകളിലും കല്ലുകൾ നിറഞ്ഞ അവസ്ഥയിലായിരുന്നു. 2015-ലും ഇതിനു മുമ്പ് ശസ്ത്രക്രിയ ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഈ ശസ്ത്രക്രിയ നടത്തിയ ശേഷവും രോഗിയുടെ ആരോഗ്യനില ഒട്ടും മെച്ചപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയില്ല. അങ്ങേയറ്റം സങ്കീർണമായ ഒരു ചികിത്സാ രീതിയാണ് തങ്ങൾ ചെയ്തിരുന്നത് എന്നുമാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം. എന്തായാലും ഈ കുടുംബത്തിന്റെ പരാതിയെ തുടർന്ന് ഒരു 3-അംഗ സമിതിയെ ഇക്കാര്യം പരിശോധിക്കാനായി ആശുപത്രി അധികൃതർ നിയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവർ ഈ ചികിത്സാ രേഖകൾ, രോഗിക്ക് നൽകിയ ചികിത്സ, അദ്ദേഹത്തിന്റെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നൽകിയപ്പോഴുള്ള റിപ്പോർട്ട് എന്നിവയൊക്കെ വളരെ വിശദമായി തന്നെ പരിശോധിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടികൾ എടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ശസ്ത്രക്രിയ ചെയ്ത യൂറോളജി വിഭാഗത്തിലെ മേധാവിയായ ഡോക്ടർ വേണുഗോപാൽ മെയ് 31-ന് സർവീസിൽ നിന്നും വിരമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു സർവീസിലിരിക്കുന്ന ആൾക്ക് എതിരെ എടുക്കുന്ന പോലുള്ള അച്ചടക്ക നടപടികളൊന്നും കൈക്കൊള്ളാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. മറ്റ് ചികിത്സാ പിഴവ് കണ്ടെത്തിയാൽ അതിന് കഴിയുന്ന രീതിയിൽ അനീഷ്, നമുക്കറിയാം കഴിഞ്ഞ കാലത്ത്, അതായത് വീണ ജോർജ് ആരോഗ്യമന്ത്രിയായിരുന്ന കാലയളവിൽ നിരവധി ചികിത്സാ പിഴവുകളും അതേ തുടർന്നുള്ള മരണങ്ങളൊക്കെ ഉണ്ടായപ്പോഴും ഒരു നഷ്ടപരിഹാരം നൽകാൻ പോലും അന്ന് സർക്കാർ തയ്യാറായില്ല. മാത്രമല്ല ഈ ആരോപണ വിധേയരെയൊക്കെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു സ്വീകരിച്ചത്. പക്ഷേ ഇന്ന് തിരുവനന്തപുരത്ത് സമാനമായൊരു ചികിത്സാ പിഴവിൽ ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും അത്തരത്തിലൊരു നടപടിക്ക് സാധ്യതയുണ്ടോ? മാത്രമല്ല ആ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകേണ്ടതല്ലേ? അത്തരമൊരു ആവശ്യം അവർ ഉന്നയിക്കുന്നുണ്ടോ?
ടോം, നമുക്ക് ഈ ഘട്ടത്തിൽ പൂർണ്ണമായും ഒരു ചികിത്സാ പിഴവ് മൂലമാണോ ഈ മരണമുണ്ടായത് എന്ന് നമുക്ക് വ്യക്തമായി പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. കാരണം അങ്ങേയറ്റം സങ്കീർണമായ ഒരു അവസ്ഥയിലായിരുന്നു ഈ രോഗിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ആദ്യഘട്ടത്തിൽ ഈ വൃക്കയിലെ കല്ലുകൾ നീക്കം ചെയ്യാനാണ് എത്തിച്ചതെങ്കിലും അത് നീക്കം ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക്, അതായത് പ്രധാന ശസ്ത്രക്രിയയിലേക്ക് കടക്കാൻ കഴിയാത്ത ആരോഗ്യനിലയായിരുന്നു രോഗിക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് താൽക്കാലിക ഒരു ശമനം എന്ന രീതിയിൽ പഴുപ്പ് നിയന്ത്രണ വിധേയമാക്കുക അല്ലെങ്കിൽ അണുബാധ ഇല്ലാതാക്കുക എന്നതിനാണ് തങ്ങൾ ആദ്യ ലക്ഷ്യം ആയി കണ്ടത് എന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് കൃത്യമായി സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതെന്ന് നമുക്കറിയാം. പലപ്പോഴും ഈ പ്രായം കുറഞ്ഞ ആളുകൾ, ചെറുപ്പക്കാരൊക്കെ മരിക്കുമ്പോൾ അങ്ങേയറ്റം വൈകാരികമായാണ് കുടുംബത്തിലും അല്ലെങ്കിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഇടപെടുക. അവർക്ക് പലപ്പോഴും ഇത് ഉൾക്കൊള്ളാൻ പോലും തയ്യാറാവാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. കാരണം വൃക്കയുടെ കല്ല് നീക്കം ചെയ്യാനായി ഒരാളെ ആശുപത്രിയിലേക്ക് എത്തിച്ചാൽ അവർ ഡോക്ടർമാർ അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് വീണ്ടും ചികിത്സാ പിഴവ് ആരോപണം ഉയർന്നിരിക്കുന്നത്. വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണത്തിന് ശുപാർശ. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. നവീൻ ബാബുവിന്റെ മകൾക്ക് ആശ്രിത നിയമനം നൽകും. സത്യസന്ധമായ അന്വേഷണം നടക്കണമെന്നും സർക്കാരിന് നന്ദിയെന്നും കുടുംബം പ്രതികരിച്ചു. ബഹുമാനിയായ കേരളത്തിലെ ബഹുമാനിയായ മുഖ്യമന്ത്രി അവരോട് ആദ്യം തന്നെ നന്ദി കടപ്പാടാണ്. അതുപോലെ നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ഞങ്ങളോടൊപ്പം നിന്ന് കേരളത്തിലെ മുഴുവൻ നാനാ തുറയിൽപ്പെട്ട ആൾക്കാർക്ക് എല്ലാവരും സപ്പോർട്ടിന് നന്ദി അറിയിക്കുന്നു. എല്ലാ CBIയുടെ കോഴ്സുകളെ കുറിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ചും ഒക്കെ എല്ലാവർക്കും അറിവുള്ളതാണ്. അവരുടെ പരിമിതികൾ നിന്നുകൊണ്ട് വളരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം സമഗ്രമായി ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ ശാസ്ത്രീയമായ ഒരു അന്വേഷണം തന്നെ നടത്തണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനിടെ PP ദിവ്യയെ അനുകൂലിച്ച് നവീൻ ബാബുവിനെ വിമർശിച്ചും പത്തനംതിട്ടയിലെ CPI നേതാവ് രംഗത്തെത്തി. നവീൻ ബാബു ജീവനൊടുക്കിയത് കുറ്റബോധം കൊണ്ടെന്ന് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PB ഹർഷകുമാർ പറഞ്ഞു. CBI അന്വേഷണം കൊണ്ട് ഒരു കാര്യവുമില്ലെന്നുമാണ് വിമർശനം. അഭിലഷണീയമായ മാർഗത്തിലൂടെയല്ല. കാരണം അദ്ദേഹം അതുവരെ പറഞ്ഞ തടസ്സവാദങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് അദ്ദേഹം അനുമതി കൊടുക്കുമ്പോൾ സ്വാഭാവികമായി ചില സംശയങ്ങളുണ്ടാകും. ആ സംശയം അതിനകത്തിൽ ആകെ ഉണ്ടായൊരു കുഴപ്പം, നവീൻ ബാബുവിന്റെ സ്ഥലമാറ്റ യാത്രയപ്പ് യോഗത്തിൽ ആ അറിയിപ്പില്ലാതെ കടന്നു ചെന്നു എന്നുള്ളത് ഒഴിച്ചാൽ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു തെറ്റുള്ളതായി കാണാൻ കഴിയില്ല. അപ്പോ അത്തരത്തിലൊരു കാര്യത്തിൽ അവര് ആ വിളിക്കാതെ അവിടെ കയറി ചെന്നു എന്നുള്ളൊരു തെറ്റ് മാത്രമാണ് അവരുടെ ഭാഗത്തുള്ളത്. അല്ലാതെ ഏതെങ്കിലും ഒരാൾ പറഞ്ഞാൽ ഉടനെ ചാടി അങ്ങ് ആത്മഹത്യ ചെയ്യുന്ന ആളാണെങ്കിൽ ഈ രാജ്യത്ത് ആർക്കും ആരോടൊന്നും പറയാൻ കഴിയില്ലല്ലോ. ഭരണകർത്താക്കൾക്ക് ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ വിളിച്ച് നിർദ്ദേശം കൊടുക്കാൻ കഴിയുമോ? ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ തെറ്റ് ചെയ്താൽ ശാസിക്കാൻ കഴിയുമോ? ഒന്നും കഴിയില്ല. അപ്പോ മാനസികമായി ചില കാര്യങ്ങളെ താങ്ങാൻ കഴിയില്ലാത്ത ഒരാള്, അയാളുടെ മാനസിക ദൗർബല്യം കൊണ്ട് അയാൾ ആത്മഹത്യ ചെയ്തതിന് PP എങ്ങനെ കുറ്റം പറയാൻ പറ്റും? അതാണിപ്പോ ഇവിടെ നടന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടത്തിയ അന്വേഷണത്തിലായാലും ഇപ്പൊ CBI അന്വേഷിച്ചാലും എങ്ങനെ ഒരു പരാമർശം. ശശിനാരായണൻ ചേർന്ന വിവരങ്ങളുമായി. ശശിനാരായണൻ, നവീൻ ബാബുവിന്റെ മരണത്തിൽ CPM ഇപ്പോഴും ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നു. PP ദിവ്യയെ അനുകൂലിക്കുന്നു. നവീൻ ബാബുവിനെ വിമർശിച്ചുകൊണ്ടുള്ള ഓരോ പ്രചരണങ്ങൾ ഓരോ ദിവസങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കള്ളക്കഥകൾ പറയുകയാണ്. അതിനിടെയാണ് CBI അന്വേഷണം. കുടുംബത്തിന് പ്രതീക്ഷയുണ്ടോ? ഇന്നലെയാണ് ഈ PB ഹർഷകുമാർ, CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് PB ഹർഷകുമാർ, PP ദിവ്യയെ ന്യായീകരിച്ചുകൊണ്ട് അതേസമയം നവീൻ ബാബുവിനെ വിമർശിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. എന്തായാലും അദ്ദേഹം വ്യക്തമാക്കുന്നത് ഈ നവീൻ ബാബു ജീവനൊടുക്കിയത് കുറ്റബോധം കൊണ്ടാണ്. PP ദിവ്യ ആ യോഗത്തിൽ എത്തിയത് മാത്രമാണ് തെറ്റായി കാണുന്നത്. അതേസമയം ഒരു ഉദ്യോഗസ്ഥനെ ശാസിച്ചത് കൊണ്ട് മാത്രം ഒരു ADM പോലുള്ള ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമുണ്ടോ? അത് സാധാരണഗതിയിൽ എന്തെങ്കിലും തരത്തിൽ ഈ അധികാരികൾ ചോദ്യം ചെയ്താൽ മാനസികമായി പീഡനം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന തരത്തിലുള്ള ആളായിരുന്നു ADM എന്നുള്ള കാര്യങ്ങളൊക്കെ വാദിച്ചുകൊണ്ടാണ് ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയ ഹർഷകുമാർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, CBI അന്വേഷണം കൊണ്ട് ഇക്കാര്യത്തിൽ കഥയില്ല. കാരണം സർക്കാർ അതിനനുകൂലമായ നിലപാട് സ്വീകരിച്ചിരുന്നു. കേസ് അന്വേഷണത്തെ അറ്റം വരെ പോവുകയും ചെയ്തു. പക്ഷേ ഇനിയൊരു ന്യായീകരണം ഇക്കാര്യത്തിലില്ല. അതേസമയം PP ദിവ്യ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമാണ് ഈ ഹർഷകുമാർ വ്യക്തമാക്കുന്നത്. വൈകാരികമായി പ്രശ്നങ്ങളെ സമീപിക്കുന്ന മാധ്യമങ്ങളും ജനതയും മാത്രമാണ് കേരളത്തിലുള്ളത് എന്നുള്ള കാര്യം കൂടി ഫേസ്ബുക്ക് പോസ്റ്റിൽ
കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഉദ്യോഗസ്ഥ ഭാഗത്തു നിന്നുള്ള വീഴ്ചയ്ക്കെതിരെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ ഉടനെ ആത്മഹത്യ ചെയ്തതാണോ ശരി എന്നുള്ള കാര്യമൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടാണ് പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. എന്തായാലും അത്തരത്തിലുള്ള വിമർശനമാണ് ഈ ഹർഷകുമാർ ഈ ഫേസ്ബുക്കിലൂടെ CP ദിവ്യയെ ന്യായീകരിച്ചുകൊണ്ടിട്ടത്. അതേസമയം CPM ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു മറുപടി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ചോദ്യം ചെയ്തപ്പോൾ ഹർഷകുമാറിന്റെ മറുപടിയെക്കുറിച്ച് ഇത്തരം ഒരു കാര്യങ്ങളെക്കുറിച്ചൊന്നും വ്യക്തമാക്കാൻ സിവിൽ ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം CP ദിവ്യക്കെതിരെ അന്ന് തന്നെ പാർട്ടി നടപടി സ്വീകരിച്ചിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നീക്കം ചെയ്തിരുന്നു. ഒപ്പം പാർട്ടി കുടുംബത്തോടൊപ്പമാണെന്നുള്ള കാര്യമാണ് ജില്ലാ സെക്രട്ടറിയായ രാജു എബ്രഹാം വ്യക്തമാക്കിയത്. എപ്പോഴും ആ കുടുംബം ഇടതുപക്ഷത്തിനൊപ്പമാണ്. അത്തരത്തിലാണ് പാർട്ടി ഇപ്പോഴും നിൽക്കുന്നത്. CBI അന്വേഷണത്തെ കുറിച്ച് വളരെ പരിഹാസ്യ രൂപമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. കൂട്ടിലടച്ച തത്തയാണ് CBI എന്നാണ് രാജു എബ്രഹാം വ്യക്തമാക്കിയത്. മുൻകാലങ്ങളിലും കോൺഗ്രസിനൊപ്പം CBI നിന്നിട്ടുണ്ട്. ചില നേതാക്കളെ കൊടുക്കാൻ വേണ്ടി CBI ഇത്തരം കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളുടെ രീതി പരിഹാസ്യ രൂപമാണ് രാജു എബ്രഹാം വ്യക്തമാക്കിയത്. അതേസമയം ഇപ്പോൾ ഈ കേസന്വേഷണം CBI അന്വേഷണം CBIക്ക് വിട്ടുകൊണ്ടുള്ള സർക്കാരിന്റെ ഉത്തരവിന് അനുകൂലമായി കുടുംബവും രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം തങ്ങൾ ആവശ്യപ്പെട്ട നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് തങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം അന്വേഷിക്കണം. ആ നിലവിലുള്ള അന്വേഷണം തൃപ്തികരമല്ല എന്നുള്ള കാര്യമാണ് കുടുംബം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചുള്ള നന്ദി കൂടി കുടുംബം വ്യക്തമാക്കുന്നു. എല്ലാ വശങ്ങളും അന്വേഷിക്കണം, സത്യം പുറത്തു കൊണ്ടുവരണം എന്നുള്ള കാര്യമാണ് കുടുംബം പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. അത്തരത്തിൽ കേസ് മുന്നോട്ട് പോകുന്നതുമായി ബന്ധപ്പെട്ടാണ് കുടുംബം ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. വ്യക്തമാണ്. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ADN നവീൻ ബാബുവിൻ്റെ മരണത്തിൽ CBI അന്വേഷണത്തിന് സർക്കാർ ശുപാർശ നൽകിയിട്ടുണ്ട്. ഉടൻ തന്നെ CBI കേസ് അന്വേഷിക്കാൻ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. കുടുംബത്തിന് നീതി കിട്ടട്ടെ എന്നും പ്രതീക്ഷിക്കാം. സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.